ചരിത്രം ഒരു മധുരമുള്ള വിഷയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങൾ പൊന്നാനിയിൽ വരുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ചരിത്രം എഴുതുന്നതിൻ്റെ മുമ്പ്, തുഹ്ഫത്തുൽ മുജാഹിദീനിൻ്റെ മുമ്പ് കേരളീയ ചരിത്രം എഴുതിയ ഒരു ഹിന്ദുവിനെയോ ഒരു ബ്രാഹ്മണനെയോ ഒരു മുസ്ലിമിനെയോ നമ്മൾ, അതുകൊണ്ട് തന്നെ കേരളീയ ചരിത്രത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ പരിതാപകരമായൊരവസ്ഥയാണ് കേരള ചരിത്രത്തിൽ. സമുദായത്തിൽ കുറേ ആളുകൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ചേരമാൻ പെരുമാൾ മക്കത്ത് പോയിട്ടില്ല, മുസ്ലിമായിട്ടില്ല, അതൊക്കെ ഐതിഹ്യമാണ്, പുരാണമാണ് എന്ന് നമ്മളിപ്പോഴും പറയാം. അത് ചെയ്ത ആളുകളുടെ പേരക്കുട്ടികൾ അധികാരമേൽക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പണി എന്താ? അവരിപ്പോഴും പറയുന്നത് മക്കത്ത് പോയ കാരണവർ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഈ ചെങ്കോലേൽക്കുന്നു എന്ന് അവരിപ്പോഴും. അവരാണ് ഇവിടെ ഇസ്ലാം ഒരുക്കി ഉണ്ടാക്കിയ നമ്മുടെ പൂർവികരായ മാപ്പിളമാരാണ്. മാലിക് ദീനാൾ സംഘവും അതിന് പുതുജീവൻ നൽകിയ 1498 കേരളത്തിൽ വന്ന വാസ്കോഡഗാമ രാജാവിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു തികഞ്ഞ കള്ളുകുടിയൻ, കയ്യിൽ ഇവിടെ തുടങ്ങി ഇതുവരെ സ്വർണത്തിൻ്റെ വളമിട്ടിട്ട് 2 കൈയും പൊക്കാൻ കഴിയാതെ വയസ്സൻ, എന്നിട്ട് ആരെങ്കിലും കൈ പിടിച്ച് പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഓലമേഞ്ഞതാണ്. ആ കൊട്ടാരത്തിലെ തല, സായിപ്പിൻ്റെ തല കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ തല ഉത്തരത്തിൽ മുട്ടിയത് കൊണ്ട്, അത് അയിത്തമായതുകൊണ്ട് ആ ഉത്തരവ് അഴിച്ചു മാറ്റിയ വിഭാഗമാണ് എന്നൊക്കെയാണ് ചരിത്രത്തെപ്പറ്റി അന്നത്തെ രാജാക്കന്മാർ. അവർ ആ യൂറോപ്പിൽ നിന്ന് കിട്ടിയ പൗരോഹിത്യം, ആ പൗരോഹിത്യ വിരുദ്ധ വികാരം അതിപ്പോഴും ജമാഅത്തുകാരും മുജാഹിദുകളും കൊണ്ടു നടക്കുന്നത് യൂറോപ്യൻ നവോത്ഥാനത്തിൽ നിന്ന് വന്ന ആ വികല ചിന്തയുടെ ഭാഗമാണ്. അതിപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരക്കാരാണ് നമ്മുടെ മഹത്തായ മാപ്പിള പാരമ്പര്യത്തെ, 1400 കൊല്ലത്തെ പരിശുദ്ധമായ പവിത്രമായ ചളിപുരളാത്ത പാരമ്പര്യത്തെ തള്ളിപ്പറയുന്നതും അവഹേളിക്കുന്നതും അവരെയൊക്കെ കാഫറാക്കുന്നതും ഈ ചിന്താഗതി. ഈ പുലയന്മാരെന്ന് പറയുന്ന വിഭാഗം പൂർണ്ണമായും അടിമകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വീടില്ല, വീടിൻ്റെ കണക്കിൽ അവരെ പെടുത്തിയിട്ടില്ല. അവർക്ക് ആർക്കും വീടില്ല. ഒരു 200 കൊല്ലം മുമ്പത്തെ അവസ്ഥ, അല്ലെങ്കിൽ 150 കൊല്ലം മുമ്പ് വരെ മലബാറിൽ അടിമകളെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. 3 ഉറുപ്പിക 8 അണ കൊടുത്താൽ നല്ല ആരോഗ്യമുള്ളൊരു അടിമയെ മലബാറിൽ വാങ്ങാൻ കിട്ടുമായിരുന്നു. 1840. നമ്മുടെ ചരിത്രം തകർക്കാൻ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരിൽ നിരന്തരമായി ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ചരിത്രം ചമച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു. ബഹുമാനികളെ, തിരിഞ്ഞു നോട്ടമാണ് ചരിത്രം എന്നതാണ് നമ്മുടെ വിഷയം. തിരിഞ്ഞു നോക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അലി അക്ബർ മൗലവി പറഞ്ഞ് കഴുത്തുളുക്കും തിരിഞ്ഞു നോക്കിയാലെന്നാണ് പറയണത്. ഏതായാലും ചരിത്രം ഒരു മധുരമുള്ള വിഷയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പഠിക്കാൻ വളരെ എളുപ്പമുള്ളതും മാധുര്യമുള്ളതുമാണ് ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് ഗ്രീക്കുകാർ പണ്ടുകാലം മുതലേ ഒരു കലയായിട്ടാണ് ചരിത്രത്തെ കണ്ടിരുന്നത്. പഠിക്കാൻ എളുപ്പമുള്ള മാധുര്യമുള്ള കല എന്ന നിലയ്ക്കാണ് ഗ്രീക്കുകാർ പണ്ടുകാലം മുതലേ ഈ മേഖലയെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരാണ് ഇതിന് പേരിട്ടതും. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ആ നിലയ്ക്ക് വളരെ രസകരമായ സംഭവബഹുലമായ ജനങ്ങൾക്ക് ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു കല ആയി തന്നെ ഇക്കാലത്തും ചരിത്രം നിലനിൽക്കുകയാണ്. നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ അതിനെ വിലയിരുത്തിയതും ആ രൂപത്തിലാണ്. വിസ്മരിക്കപ്പെട്ട വാർത്തകളുടെ ക്രോഡീകരണമാണ് ചരിത്രമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അഗാധമായ ഒരു സാഗരമാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ എത്ര മുങ്ങിത്തപ്പിയാലും ജിജ്ഞാസ അടങ്ങുകയില്ല. ഒരു ചരിത്രകാരനാവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം
ഒരു പരിഷ്കർത്താവുന്നതിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ രാഷ്ട്രശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അത്രമാത്രം ചരിത്രത്തിന് സ്ഥാനവും വലിപ്പവും ലോകത്തും ലോക ചരിത്രത്തിലും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പരമാർത്ഥമാണ്. പ്രപഞ്ച പരിഷ്കാരങ്ങളെ ഏറ്റവും നല്ല ഭാഷയിലും ഉയർന്ന വീക്ഷണഗതിയിലും പഠിപ്പിക്കുന്ന ഉത്കൃഷ്ട ഗുരുനാഥനാണ് ചരിത്രം എന്നും ചരിത്രത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ആവർത്തിക്കപ്പെട്ടതായതുകൊണ്ട് ഞാൻ ആ വിഷയം പരത്തി പറയുന്നില്ല. ഇതൊക്കെയാണ് ചരിത്രം. ഇത് ലോക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളവും കുറേയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ശരിയാണ് എന്ന് നമുക്ക് തോന്നുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കേരളീയ ചരിത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ നേരെ വിരുദ്ധമാണ് ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് വിശദമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലോക ചരിത്രത്തിൻ്റെ മുക്കുമൂലകളിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ കുറേയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് സത്യം. പക്ഷെ കേരള ചരിത്രത്തിൻ്റെ അവസ്ഥ എന്താണ്? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങൾ പൊന്നാനിയിൽ വരുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ചരിത്രം എഴുതുന്നതിൻ്റെ മുമ്പ്, തുഹ്ഫത്തുൽ മുജാഹിദീനിൻ്റെ മുമ്പ് കേരളീയ ചരിത്രം എഴുതിയ ഒരു ഹിന്ദുവിനെയോ ഒരു ബ്രാഹ്മണനെയോ ഒരു മുസ്ലിമിനെയോ നമ്മൾ കാണുന്നില്ല. മുസ്ലിം എന്ന അർത്ഥത്തിലല്ല, ഒരു മാപ്പള, അത് മുമ്പേ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. മുസ്ലിം ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ കേരളക്കരയിൽ മാപ്പളാരെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു അത്രേ. ഏതായാലും ഈ മാപ്പളയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ ഒരു ബ്രാഹ്മണനോ ഒരു നായരോ ചരിത്രത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളീയ ചരിത്രത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ പരിതാപകരമായൊരവസ്ഥയാണ് കേരള ചരിത്രത്തിനുള്ളത്. മലബാറിൻ്റെ ചരിത്രം സവിസ്തരം വിശദീകരിച്ച് രേഖപ്പെടുത്താൻ അവസരം കിട്ടിയ, അതിനുവേണ്ടി പരിശ്രമിച്ച ഒരാളാണ് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ. അദ്ദേഹം എഴുതുന്നത് മലയാളി സമൂഹം ചരിത്രകാരന്മാർക്ക് ജന്മം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. മലയാളി സമൂഹം ചരിത്രത്തിന് പണ്ടേ വില കൽപ്പിച്ചിട്ടില്ല. ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം അവസ്ഥയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. നമുക്കെതിരിലാണ് ഇതിൻ്റെ വിമർശനം വരുന്നത്. നമ്മൾ അല്ലെങ്കിൽ സുന്നികൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. സുന്നികളല്ല, സമസ്തയല്ല അതിൻ്റെ ഉത്തരവാദി. സമസ്ത ഉണ്ടായിട്ട് 10-90 കൊല്ലം ആയിട്ടുള്ളൂ. 2000 കൊല്ലത്തെ കേരള ചരിത്രം പരിശോധിച്ചാൽ ചരിത്രകാരന്മാർ കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല. കേരളീയ സമൂഹം അതിന് മെനക്കെട്ടിട്ടില്ല. ഒരർത്ഥത്തിൽ അദ്ദേഹം എഴുതുകയാണ്, ഒരർത്ഥത്തിൽ രേഖപ്പെടുത്താൻ മാത്രം ചരിത്രം അവർക്കുണ്ടായിരുന്നില്ലെന്ന് തന്നെ. കാരണം കേരളീയർക്കത് ഉണ്ടായിരുന്നില്ല. ചരിത്രം എഴുതാൻ വല്ലതും വേണ്ടേ? എഴുതാൻ വല്ലതും ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിലല്ലേ എഴുതണ്ടൂ. അതുകൊണ്ടാണ് കേരളീയർ ചരിത്രം എഴുതാതിരുന്നത് എന്ന് പറയുന്നത്. കേരളീയ ചരിത്രം തടിച്ച 600-700 പേജുള്ള പുസ്തകത്തിൽ എഴുതി ചേർത്ത ശേഖരിച്ച വില്യം ലോഗൻ തന്നെയാണ് പറയുന്നത് കേരളീയർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ചരിത്രമില്ലാത്തൊരു വിഭാഗമാണ് കേരളീയർ എന്നാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ചരിത്രമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ക്രൂരന്മാരായ ഭരണാധികാരികളെ പിഴുതെറിയുകയെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനവിക്ഷോഭങ്ങളോ വർഗങ്ങളുടെ ഇളക്കിമറിച്ചലുകളോ മലബാറിൻ്റെ ചരിത്രം ചികഞ്ഞു നോക്കിയാൽ കണ്ടെന്ന് വരൂല. അങ്ങനത്തെ ഒരു സംഭവമേ കേരളത്തിലില്ല. ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഭരണാധികാരി മോശമായതുകൊണ്ട് അയാളെ ഒഴിവാക്കാൻ വേണ്ടി ഒരു സമരമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഭരണാധികാരിയോ മറ്റൊരാളോ രംഗത്ത് വന്നിട്ടില്ല. എന്നല്ല, കേരളം ഭരിക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ പണിക്ക് ആളുകൊണ്ട് ബംഗാളിൽ നിന്നും മറ്റും കൊണ്ടുവരുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് രാജാവാക്കേണ്ട ഗതികേട് കേരളത്തിനുണ്ടായത് കൊണ്ടാണ് ചോള രാജാക്കന്മാരൊക്കെ കേരളത്തിലുണ്ടായത്. ഇവരാരും കേരളക്കാരൊന്നുമല്ല. ഭരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് രാജാവാക്കിയതിൻ്റെ ചരിത്രമാണ് ഈ ചോള രാജാക്കന്മാരെന്നൊക്കെ പറയുന്നത്. അവരാരും മലയാളികളായിരുന്നില്ല.
ഇതാണ് കേരളത്തിൻ്റെ പൊതുവേ ഉള്ള ചരിത്രം. ഇത് നമ്മളാരും ഇന്നുള്ള ആരും അതിൻ്റെ ഉത്തരവാദികളല്ല. അന്നുള്ളവരെങ്ങനെ ഉത്തരവാദിയായി എന്ന് ചോദിച്ചാൽ അത് മുസ്ലിമീങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു വിഷയവുമല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കത്തേക്ക് ചേരമാൻ പെരുമാൾ യാത്ര തിരിച്ചതുപോലുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ആ സംഭവം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1400 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ആ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോഴും തിരുവിതാംകൂർ രാജാക്കന്മാർ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മക്കത്ത് പോയ രാജാവ് കാരണവർ തിരിച്ചെത്തുന്നത് വരെ എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് താൻ അധികാരം ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ഇന്നും. നമ്മൾ ആലോചിക്കണം ഈ സമൂഹത്തിൻ്റെ അവസ്ഥ. ഇപ്പോഴും അവരങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സമുദായത്തിൽ കുറേ ആളുകൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ചേരമാൻ പെരുമാൾ മക്കത്ത് പോയിട്ടുമില്ല, മുസ്ലിമായിട്ടുമില്ല, അതൊക്കെ ഐതിഹ്യമാണ്, പുരാണമാണ് എന്ന് നമ്മളിപ്പോഴും പറയാം. അത് ചെയ്ത ആളുകളുടെ പേരക്കുട്ടികൾ അധികാരമേൽക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പണി എന്താ? അവരിപ്പോഴും പറയുന്നത് മക്കത്ത് പോയ കാരണവർ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഈ ചെങ്കോലേൽക്കുന്നു എന്ന് അവരിപ്പോഴും പറയാം. അത്രമാത്രം പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന, ആ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പൂർവികമായ കേരളീയ സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തം ചരിത്രത്തിൽ നാഴികക്കല്ലുകളോ അതല്ലെങ്കിൽ ചവിട്ടുപടികളോ ഗണ്യമായി സ്വായത്തമാക്കാൻ കഴിയാതെ പോയ ഒരു ജനതയായിരിക്കണം നമ്മുടെ പൂർവികർ എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കേരളീയ പൂർവികരെ പറ്റി അവരാണ്, മുസ്ലിം പാരമ്പര്യമൊന്നുമല്ല ഈ പറയുന്നത്. അത്രയേ ഉള്ളൂ. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പാരമ്പര്യമേ ഈ സമൂഹത്തുള്ളൂ. അതുകൊണ്ടാണ് അവരിപ്പോഴും മക്കത്ത് പോയ കാരണവർ തിരിച്ചെത്തുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അധികാരം ഏറ്റെടുക്കുന്നത്. അവർക്ക് അത്രയേ ഈ പാരമ്പര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ സമൂഹത്തെപ്പറ്റി അവരുടെ ജീവിത ചരിത്രത്തെപ്പറ്റി ഓർക്കാവുന്ന ഒരു സംഭവം അതേ ഉള്ളൂ. ഇപ്പോഴും ഒരു രാജാവ്, പൂർവിക രാജാവ് മക്കത്തേക്ക് പോയി, അയാൾ തിരിച്ചു വരുന്നത് വരെ അധികാരം ഏൽപ്പിച്ചിട്ടാണ് പോയത്. അയാൾ എന്തെങ്കിലും തിരിച്ചു വന്നാൽ ഈ അധികാരം തിരിച്ചേൽപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും ആ രാജകുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ചരിത്രം എവിടെയെന്ന് നമ്മൾ ആലോചിക്കുക. ഇന്ത്യയുടെ പുരാണ ശിലായുഗ ഭൂപടത്തിൽ കേരളം ഇല്ല. ഇത് കേരളീയ ചരിത്രകാരന്മാരുടെ അഭിപ്രായമാണ്. കേരള ചരിത്രം ആധികാരികമായി എഴുതിയ ശ്രീധരമേനോൻ പറയുന്നത് കേരളീയ പുരാവസ്തുക്കളുടെ അല്ലെങ്കിൽ ശിലായുഗ സംസ്കാരം, ഇന്ത്യയുടെ ശിലായുഗ സംസ്കാരത്തിൽ കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഉൾപ്പെടുത്തിയിട്ടുമില്ല. എന്തുകൊണ്ട്? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ വലിയ വനമായിരുന്നു ഈ കേരളം. പാമ്പുകളെ കൊണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന നാടായിരുന്നില്ല. ഇനി പുരാണം പറഞ്ഞാൽ തന്നെ പറയുന്നത് എന്താ? പുരാണപ്രകാരം തന്നെ ഇവിടെ ഈ കേരളം എന്താ, പിന്നെ ആരാണ് നമ്മളെ എന്തിരാമന പരശുരാമൻ മഴുവറിഞ്ഞിട്ട് കേരളം ഉണ്ടാക്കിയിട്ട് കർണാടകത്തും കുറച്ച് ബ്രാഹ്മണന്മാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പക്ഷെ ഇവിടെ പാമ്പിൻ്റെ ആധിക്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ നാട്ടിൽ തന്നെ തിരിച്ചുപോയി. ഇവിടെ ആരും നിന്നില്ല എന്നാണ് പറയുന്നത്. അവരാരും ഇവിടെ നിന്നിട്ടില്ല. പിന്നെ 2ാം വട്ടവും പരശുരാമൻ അമ്മനെ കഴുത്തറുത്ത് കൊന്നയാളാണ് ഈ പരശുരാമൻ പറഞ്ഞ ആൾ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതൊന്നും ഇവിടെ പറയാൻ സമയമില്ല. ആ പുരാണപ്രകാരമാണ് ഈ പറയുന്നത്, ഉള്ള ആളോ ഇല്ലാത്ത ആളോ എന്നല്ല. ഏതായാലും അമ്മനെ കഴുത്തറുത്ത് കൊന്നൊരു മഹാനാണ് ഈ പരശുരാമൻ. മൂപ്പര് പിന്നെ 2ാം വട്ടം ഗോകർണത്തോ എവിടെയോ പോയിട്ട് കുറേ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഏതായാലും ഈ മണ്ണ് അതിന് പറ്റുന്ന മണ്ണായിരുന്നില്ല. ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊണ്ടുവന്ന ബ്രാഹ്മണന്മാരൊക്കെ തിരിച്ചുപോയി. ഏതായാലും അന്ന് മുതൽ തൊട്ട് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ ഇന്ത്യ ചരിത്രത്തിൽ കേരളത്തെ പുരാതന ഒരു സംസ്കാരമുള്ള നാടായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് പറ്റുന്ന നാടായിരുന്നില്ല. മഹാശിലായുഗ സംസ്കാരത്തിലും മറ്റുമൊന്നും കേരളത്തിന് സ്ഥാനമില്ല. കൊടും വനമായിരുന്നു ഈ ഭൂപ്രദേശം എന്നാണ് പറയുന്നത്. 1ാം ചേര സാമ്രാജ്യത്തിലെ, ഇനി അദ്ദേഹം തന്നെ ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കേരള ചരിത്രത്തിൽ പറയുന്നത് 1ാം ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ഖണ്ഡിതമായൊരു വംശാവലി തയ്യാറാക്കാൻ ഇവിടെ ഒരുമ്പെട്ടിട്ടില്ല. അദ്ദേഹം പറയാം, കേരള ചരിത്രം എഴുതുന്ന ആധികാരിക ചരിത്രകാരന്മാരുടെ അഭിപ്രായമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ എങ്ങനെ ശ്രമിച്ചാലും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അഭ്യൂഹങ്ങളെ ആശ്രയിക്കാനേ നിവൃത്തിയുള്ളൂ.
വെറും അഭ്യൂഹം വെച്ച് മാത്രമേ കേരള ചരിത്രത്തിലെ രാജാക്കന്മാരെ പറ്റി പോലും വിവരം കിട്ടുന്നത് അങ്ങനെയേ ഉള്ളൂ, അഭ്യൂഹങ്ങളേ ഉള്ളൂ. യാഥാർത്ഥ്യമായി അടിസ്ഥാനപരമായി ചരിത്രം ശേഖരിക്കാൻ കേരളത്തിലെ ചരിത്രം ലഭ്യമല്ല എന്ന് ആധുനിക ചരിത്രകാരനായ ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കേരള ചരിത്രത്തിൽ വിവരിക്കുന്നത് കാണാം. പിന്നെ എന്താണ് കേരള ചരിത്രമെന്ന് പറയുന്നത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലുള്ള പ്രയോഗങ്ങളൊന്നും ഇവിടെ നടക്കൂല. ഏതെങ്കിലും അമ്പലങ്ങളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക് ഏതെങ്കിലും രാജാവ് എന്തെങ്കിലും കൊടുത്തിരിക്കുന്ന ശാസനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പേരിലുള്ള ഭൂസ്വത്തുകളോ നൽകിയതിൻ്റെ രേഖകൾ വല്ല ക്ഷേത്രങ്ങളിലും സൂക്ഷിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പുരാതന രേഖ വെച്ച് ബാക്കിയൊക്കെ ഊഹിച്ചെടുത്തുകൊണ്ടാണ് ഇവിടെ ചരിത്രം രേഖപ്പെടുത്തി വരുന്നത്. അതാണ് ഈ കേരള ചരിത്രമെന്ന് പറയുന്നത്. അല്ലാത്തൊരു ചരിത്രം, നമ്മുടെ കേരളത്തിന് ആധികാരികമെന്ന് പറയാൻ പറ്റുന്ന ഒരു ചരിത്രം കേരളീയ സമൂഹത്തിന് ഇല്ലെന്ന് കേരള ചരിത്രം എഴുതിയ എല്ലാവരും പറയുന്നുണ്ട്. ഇരുളടഞ്ഞ കേരള ചരിത്രഘട്ടത്തിലേക്ക് ഏറെ വെളിച്ചം വീശുവാൻ ഇത്തരം രേഖകൾ അതൊരു വിദേശ ഭാഷകളിൽ അതാതു കാലഘട്ടത്തിൽ എഴുതിയവ സംഭരിക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഇന്നും കാര്യമായ ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് എൻ.എം. നമ്പൂതിരി കേരളീയ ആദികാല ചരിത്രമായി പറയപ്പെടുന്ന നമ്മുടെ ഡോക്ടർ ഗുണ്ടർത്ത് സാഹിബിൻ്റെ കേരള പഴമയുടെ ആമുഖത്തിൽ എഴുതിയതായിട്ട് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ ആ ചരിത്രവും സംഭരിക്കപ്പെടാൻ ഇവിടെ നമ്മുടെ രാജ്യത്ത് കേരളീയ സമൂഹത്തിൽ ശ്രമങ്ങൾ പോലും നടക്കുന്നില്ല. പിന്നെ എവിടെയാണ് നമുക്ക് ഈ രാജ്യത്തെപ്പറ്റി ചരിത്രം കിട്ടുക? എവിടെയാണ് കേരളീയത്തിൽ നമ്മുടെ പിന്നിലേക്ക് മടങ്ങി ചരിത്രം പരിശോധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ നാടിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ കിട്ടാൻ പോകുന്നത് വെറും ഊഹങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പുരാണങ്ങൾ മാത്രമാണ്. മക്കയിൽ ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ കേരള നാട്ടിൽ സ്വാധീനമുള്ള വിഭാഗമായിരുന്നു അറബി കച്ചവടക്കാരായ മാപ്പിളമാരെന്ന് പറയുന്ന വിഭാഗം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അറബികൾ ഇവിടെ കച്ചവടത്തിന് വന്നിരുന്നു എന്നതൊരു ചരിത്ര വസ്തുതയാണ്. അതാരും നിഷേധിക്കില്ല. അതിനാരും തെളിവാവശ്യപ്പെടാത്ത ഒരു ചരിത്ര വസ്തുതയായി സ്വീകരിക്കപ്പെട്ടതാണ് അറബികളും കേരളവും തമ്മിലുള്ള ബന്ധം, ഈ മലബാറുമായുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ആ വിഭാഗം കേരളത്തിൽ വന്ന് അവർ നൂറ്റാണ്ടുകളായി കേരളവുമായി കച്ചവട ബന്ധവും അതേപോലെ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളും ക്രയവിക്രയങ്ങളുമൊക്കെ നടത്തിയിരുന്ന ആ അറബി സമൂഹം നിരന്തരമായി ഇവിടെ വരികയും ഇവിടെയുള്ള ഈ നാട്ടിൽ താമസിക്കുകയും ഇവിടെയുള്ള മലയാളി സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ചെയ്തിരിക്കാമെന്ന നിഗമനം ഏതായാലും ചരിത്രം സ്വീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയുള്ള സ്ത്രീകളെ വിവാഹം ചെയ്ത് ഈ നാട്ടിൽ താമസിച്ചിട്ടുണ്ടാവാം പൂർവികരായ അറബികൾ. അവർ മുസ്ലിമീങ്ങളായിക്കൊള്ളണമെന്നില്ല. അത്തരം അറബികൾ ഈ നാട്ടിൽ താമസിച്ച് ഈ നാട്ടിലുണ്ടായ പുതിയൊരു വിഭാഗമാണ്, ഒരു സങ്കര സമുദായമാണ്. അറബികളിൽ നിന്ന് മലയാളി സ്ത്രീകളിലുണ്ടായ സങ്കര സമൂഹമാണ് മാപ്പിളമാർ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ഉണ്ടായവരാണ് മാപ്പിളമാർ, അല്ലാതെ ഇപ്പോഴുള്ളവരെ കുറിച്ച് പറയുന്നൊരു പ്രയോഗമല്ല. അവർ മുസ്ലിമീങ്ങളായിക്കൊള്ളണമെന്നില്ല. അന്ന് കാലത്ത് ഇസ്ലാം ഉണ്ടായിട്ടില്ല. അക്കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ആ വിഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ഉയർത്തിയ ബൗദ്ധിക വൈജ്ഞാനിക നവോത്ഥാനത്തിൻ്റെ അലയൊലികൾ ഏതായാലും അവരെങ്കിലും ഇവിടെ എത്തിക്കാതിരിക്കില്ല, ഇവിടെ അറിയാതിരിക്കില്ല എന്ന കാര്യം വസ്തുതയാണ്. അവരിവിടെ എത്തിച്ചിരിക്കും. ചരിത്രപരമായി അത് രേഖപ്പെടുത്താൻ കേരളീയ സമൂഹം വലുതാകാത്തത് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല, മുസ്ലിം പണ്ഡിതന്മാരുടെ കുഴപ്പമല്ല. അന്ന് കേരളീയർക്ക് അങ്ങനെ ഒരു ചരിത്രം എഴുതുന്ന ഏർപ്പാടില്ല. കേരളീയ സമൂഹം ചരിത്രം സൂക്ഷിച്ചിട്ടില്ല. ഇത് മുസ്ലിമീങ്ങളുടെ കുറ്റത്തിൽപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നമ്മൾ പഠിക്കേണ്ട. കേരളീയ സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും വികലമായി ചിത്രീകരിക്കപ്പെടുന്നൊരു വിഷയമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയമൊന്ന് ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മുമ്പ് കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രം ലഭ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം ലഭ്യമല്ലെന്നാണ് പറയുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം മാത്രമല്ല ലഭ്യമല്ലാത്തത്, കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രം ലഭ്യമല്ല. ഇത് കേരള ചരിത്രം എഴുതിയ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രം ചരിത്രമില്ല എന്ന് പറഞ്ഞിരുട്ടാക്കുന്നത്
ഇസ്ലാമിനെ അവഹേളിക്കാനും നമ്മുടെ പാരമ്പര്യത്തെ നിഷേധിക്കാനും ഇസ്ലാമിൻ്റെ നേരായ മാർഗത്തെ അവഹേളിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് ഇവിടെ പാരമ്പര്യമുണ്ട്, മുസ്ലിമീങ്ങൾ അവരുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ മാത്രം സമൂഹം വളരാത്തത് നമ്മുടെ കുറ്റമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകരും മുസ്ലിമീങ്ങളും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാക്കിയ വൈജ്ഞാനികമായ അല്ലെങ്കിൽ മതപരമായ ആ വിപ്ലവത്തിൻ്റെ ആ ചിന്തയുടെ അലയൊലികൾ ഏതായാലും ആ മാപ്പിളമാരെന്ന് പറയുന്ന വിഭാഗമെങ്കിലും കേരളക്കരയിൽ എത്തിക്കാതിരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടെയും അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ടാവണം. അതിന് മാത്രം ബന്ധവും കൊടുക്കൽ വാങ്ങലുകളും സാംസ്കാരിക ക്രയവിക്രയങ്ങളും അറബികളും മലയാളക്കരയും തമ്മിൽ ഉണ്ടായിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ്. നേരത്തെ നിലവിൽ വന്ന അറബി കോളനികളും അറബികളിലൂടെ രൂപപ്പെട്ട മാപ്പിള സമുദായവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ആദ്യകാല പ്രയോക്താക്കളും പ്രചാരകരുമായിരുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ടത് ഇത്തരമൊരവസ്ഥയിലാണ്. അതാരും എഴുതി വച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. എഴുതാൻ ഇവിടെ ആരും ഉണ്ടായില്ല, എഴുതാൻ ചരിത്രകാരന്മാരുണ്ടായില്ല. പക്ഷെ അതിൻ്റെ ഫലം പിന്നീടുള്ള ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കൂടിയാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും പ്രവർത്തനം ലളിതമായതും സുഗമമായതും. മാലിക് ദീനാർ സംഘം കേരളത്തിൽ വന്നു, മലബാറിൽ വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. ഏതാനും ചുരുങ്ങിയ കാലത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലും കർണാടകത്തിലുമായിട്ട് 10-22 പള്ളികൾ സ്ഥാപിക്കാനും അവിടെ കാളിമാരെ നിശ്ചയിക്കാനുമൊക്കെ അവർക്ക് കഴിയണമെങ്കിൽ മുസ്ലിമീങ്ങളില്ലാത്ത നാട്ടിൽ പോയി പള്ളി ഉണ്ടാക്കാൻ മാത്രം പൊട്ടന്മാരല്ല മാലിക് ബിൻ ദീനാർ സംഘവും എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണ്ടേ. മുസ്ലിമീങ്ങൾ അതിൻ്റെ മുമ്പേ ഇവിടെ ഉണ്ടാവണം. അവർക്കാണ് പള്ളി, അവർക്കാണ് കാളി. അല്ലാതെ ഒരാൾ വരിക എന്നിട്ടൊരു പള്ളി ഉണ്ടാക്കുക, ഞാൻ തന്നെ കാളി എന്ന് പറഞ്ഞിട്ട് മൂപ്പരനെ വിധിക്കുക, മൂപ്പരനെ മൗമൂമ്, മൂപ്പരനെ ഇമാമ്. ഇങ്ങനെയാണോ കേരള ചരിത്രം? തീർച്ചയായും ഇവിടെ ഒരു സമൂഹം രൂപപ്പെട്ടിരുന്നു. ഇത് ചരിത്രകാരന്മാർ തന്നെ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയുമാണ്. വില്യം ലോഗൻ എഴുതിയതുപോലെ മാലിക് ബിൻ ദീനാറിനും സംഘത്തിനും അവർക്കുണ്ടായിരുന്ന അഭൂതപൂർവമായ എല്ലാ അനുകൂല സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും ലഭ്യമായ താരതമ്യേന ചെറിയ കാലയളവിൽ ഈ സ്ഥലങ്ങളിലെല്ലാം പള്ളികൾ പണിത് മുസ്ലിം മതപ്രചരണം നടത്താൻ കഴിയുമായിരുന്നില്ല. ആവശ്യമായ സാഹചര്യങ്ങൾ നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറയേണ്ടതുണ്ട് എന്നാണ്. അപ്പം നേരത്തെ ഇവിടെ അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കപ്പെട്ടിരുന്നു. ഇവിടെ മുസ്ലിമീങ്ങളുണ്ടായിരുന്നു, ഇസ്ലാമിക സംസ്കാരമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വിപുലീകരണമാണ് മാലിക് ബിൻ ദീനാറും സംഘവും കേരളക്കരയിൽ നടത്തിയത്. വ്യാപാരാവശ്യം നേരത്തെ കുടിപ്പാർപ്പുറപ്പിച്ച അറബികളിൽ ചിലരെങ്കിലും തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ഈദൃശ ബന്ധങ്ങൾ മാപ്പിളമാരെന്ന സങ്കര സമൂഹം ഉരുത്തിരിയാൻ ഇടയാക്കുകയും ചെയ്തത് പിൽക്കാലത്ത് മതപ്രചരണത്തിന് വന്നവരുടെ ജോലി തുലവും എളുപ്പമാക്കി എന്നതാണ് സത്യം എന്നാണ് മലബാർ മാനുവലിൽ വില്യം ലോഗൻ എഴുതി വയ്ക്കുന്നത്. ഇത് ചരിത്രപരമായി നമുക്ക് അംഗീകരിക്കാവുന്ന, ഏവർക്കും സ്വീകരിക്കാവുന്ന ബുദ്ധിപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അവരാണ് ഇവിടെ ഇസ്ലാം ഒരുക്കി ഉണ്ടാക്കിയ നമ്മുടെ പൂർവികരായ മാപ്പിളമാരാണ്. മാലിക് ദീനാർ സംഘവും അതിന് പുതുജീവൻ നൽകിയ മഹാന്മാരാണ്. അതിൻ്റെ ശേഷം രാജാക്കന്മാരുടെ മതപരിവർത്തനം അത് ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും വളർച്ചയ്ക്കും കൂടുതൽ സഹായകമായിട്ടുണ്ടാകാം. പിന്നൊന്ന് മനസ്സിലാക്കണം, രാജാക്കന്മാരുടെ ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം, ഈ രാജാക്കന്മാരെന്ന് പറയുന്നവർ അക്കാലഘട്ടത്തിലെ ചരിത്രം, കിട്ടിയ ചരിത്രം വെച്ച് പരിശോധിച്ചാൽ വലിയ സംഭവങ്ങളൊന്നുമല്ല. രാജാക്കന്മാരെന്ന് പറയുന്നവർ വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ കാലമൊന്നുമല്ല. കേരളത്തിൽ അത്ര വലിയ വലിയ രാജാക്കന്മാരൊന്നും ഉണ്ടായിരുന്നുമില്ല. ഉള്ള രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ തന്നെ 1498 കേരളത്തിൽ വന്ന വാസ്കോഡഗാമ രാജാവിനെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു തികഞ്ഞ കള്ളുകുടിയൻ, കയ്യിൽ ഇവിടെ തുടങ്ങി ഇതുവരെ സ്വർണത്തിൻ്റെ വളമിട്ടിട്ട് 2 കൈയും പൊക്കാൻ കഴിയാതെ വയസ്സൻ, എന്നിട്ട് ആരെങ്കിലും കൈ പിടിച്ച് പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ഓലമേഞ്ഞതാണ്. ആ കൊട്ടാരത്തിൽ തല, സായിപ്പിൻ്റെ തല കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ തല ഉത്തരത്തിൽ മുട്ടിയത് കൊണ്ട്, അത് അയിത്തമായതുകൊണ്ട് ആ ഉത്തരവ് അഴിച്ചു മാറ്റിയ വിഭാഗമാണ് എന്നൊക്കെയാണ് ചരിത്രത്തെപ്പറ്റി, അന്നത്തെ രാജാക്കന്മാരെ പറ്റി പരിചയപ്പെടുത്തുന്നത്.
അപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മാനദണ്ഡം വെച്ച് അവരെ വിലയിരുത്തരുത്. ഇന്നത്തെ നമ്മുടെ മനസ്സിലുള്ള രാജാവ് എന്ന് പറഞ്ഞുള്ള ചിന്താഗതി വെച്ചിട്ടോ അല്ലെങ്കിൽ ഭരണാധികാരി എന്ന നില വെച്ചിട്ടോ അല്ല കേരളീയ രാജാക്കന്മാരുടെ അവസ്ഥ. അങ്ങനെ ഒരു സംഭവമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതാ ചരിത്രമില്ലാത്ത വിഭാഗം എന്നിവരെ പറ്റി നമ്മളെപ്പറ്റി പറയുന്നത്. ചരിത്രം പറയാൻ മാത്രമൊന്നും രാജാക്കന്മാരോട് ഉണ്ടായിട്ടില്ല. ഏതായാലും ചേരമാൻ പെരുമാളിൻ്റെ മതപരിവർത്തന ചരിത്രം ബലഹീനത കാണുന്ന പിള്ളമാരുടെയും മേനവന്മാരുടെയും രോഗം വേറെയാണ്. നമ്മുടെ കേരള ചരിത്രം എഴുതിയ ചില പിള്ളമാരും മേനവന്മാരും ഒക്കെ അത് ബലഹീനമായ ചരിത്രമാണ്, തെളിവില്ലാത്തതാണ്, ഐതിഹ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരാണ്. പരശുരാമൻ മഴുവറിഞ്ഞു എന്ന ചരിത്രം അവർക്ക് ചരിത്രത്തിൽ ഉദ്ധരിക്കാം. അങ്ങനെ ഉണ്ടായതാണ് കേരളം. അങ്ങനെ 64 നമ്പൂരി വർഗങ്ങൾക്ക്, നമ്പൂരി വിഭാഗങ്ങൾക്ക്, ബ്രാഹ്മണ വർഗങ്ങൾക്ക് കേരളം പരശുരാമൻ ഓഹരി വെച്ച് കൊടുത്തതാണ് എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്താം. അതിനൊന്നും തെളിവിൻ്റെ ആവശ്യമില്ല, ഐതിഹ്യം മതി. പക്ഷേ ചേരമാൻ പെരുമാൾ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു പെരുമാൾ പേരൊന്നും നമ്മൾ ഇടുന്നില്ല. ആ ഏതോ ഒരു വ്യക്തി, രാജ്യം ഭരിച്ചിരുന്നൊരു വ്യക്തി മതം മാറി മുസ്ലിമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിന് ബലഹീനത കൽപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ സംഘികളുടെ ചരിത്രത്തോട് തുല്യമായ ചില വൈകല്യങ്ങൾ ആ ചരിത്രത്തിൽ കാണുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. പിന്നെ ചിലർ, നമ്മുടെ സമുദായത്തിൽ തന്നെ ചിലർ, മുസ്ലിം പേരുള്ള ചില ആളുകൾക്ക് ആ ഐതിഹ്യങ്ങൾ കൊള്ളൂല. മാലിക് ഈ പറയുന്ന ചേരമാൻ പെരുമാളിൻ്റെ മതപരിവർത്തനങ്ങളൊന്നും കൊള്ളാവുന്ന ചരിത്രമല്ല എന്ന് പറയുന്ന മതയുക്തിവാദികളായ മുസ്ലിം ചെറുപ്പക്കാരും ഭൗതിക വിദ്യാഭ്യാസമുള്ളവരും നമ്മുടെ സമുദായത്തിൽ ഇപ്പം ഉണ്ട്. എന്താ സംഭവം? അവർക്ക് പറ്റാത്തത് വേറൊന്നുമല്ല, അവരതിൻ്റെ പേരിൽ കാണുന്ന കുറ്റം വേറൊന്നാണ്. അവർ പറയുന്നത് അതിലൊരു മുഅ്ജിസത്തിൻ്റെ അംശം കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ചേരമാൻ പെരുമാൾ മതം മാറാനുണ്ടായ കാരണം ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ടതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ പ്രചോദിതനായിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമുണ്ടായത് എന്നത് നിഷേധിക്കുമ്പോൾ അതിനവർ പറയുന്ന കാരണം നമ്മൾ നോക്കുക. ഇത്തരം മുഅ്ജിസത്തിൻ്റെ നിഷേധം മൂത്ത ചില മതയുക്തിവാദികൾ എഴുതിയത് ഞാൻ അല്പം വായിക്കാം. കേരളോൽപ്പത്തിക്ക് പുറമെ തൊബിരിയും ഫെരിസ്തയും പ്രവാചകനെ സന്ദർശിച്ച ഒരു കേരള രാജാവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രനെ പിളർന്ന സംഭവവുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ദിവ്യാത്ഭുതങ്ങൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം തന്നെ അഭിപ്രായ ഭിന്നതയിലാണെന്നിരിക്കെ ദിവ്യാത്ഭുതത്തിൻ്റെയും സ്വപ്നദർശനത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ ചരിത്രം അവതരിപ്പിക്കാനുള്ള ശ്രമം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ബോധനം 30/10/93 പേജ് 17. അപ്പോൾ ചേരമാൻ പെരുമാളുടെ മതം, ഇസ്ലാമിക മതം മാറ്റം ചരിത്രത്തിൽ സ്വീകരിക്കപ്പെടാൻ പറ്റൂല. എന്തുകൊണ്ട്? അതിൽ മുഅ്ജിസത്ത് വരുന്നുണ്ട്, ദിവ്യാത്ഭുതങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, അതുകൊണ്ട് പറ്റൂല. അപ്പം മുഅ്ജിസത്ത് നിഷേധിക്കുക എന്ന ആ മുഅ്തസിലി ചിന്താഗതിയും ആ പുത്തനാശയങ്ങളും തലയിൽ കയറിയവർ അതിൻ്റെ പേരിലാണ് ഇത് നിഷേധിക്കുന്നത്. അത് തെളിയിക്കാൻ അതിന് ഏറ്റവും ഉപോത്ബലകമായ തെളിവ് അവരുടെ പിൻഗാമികൾ അധികാരമേൽക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പിൻഗാമികൾ അധികാരമേൽക്കുന്നത് പോലും ആ പാരമ്പര്യത്തെയും ആ സംഭവത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ അധികാരമേൽക്കുന്നത് എന്നത് തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണെന്നിരിക്കെ അതുപോലും തള്ളിപ്പറയുന്നത് ഇത്തരം വിഭാഗങ്ങൾക്ക് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുഅ്ജിസത്ത് അംഗീകരിച്ചാലും നിഷേധിച്ചാലും രാജാക്കന്മാരുടെ പേര് എന്തായിരുന്നാലും രണ്ട് കേരളീയ രാജാക്കന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചു മക്കത്ത് പോയിട്ടുണ്ട് എന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു വരുന്ന ചരിത്രകാരന്മാർ, ആധുനിക ചരിത്രകാരന്മാർ നിരന്തരം ഉദ്ധരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് തെളിവുകളൊന്നും അതിന് ഉദ്ധരിക്കാൻ ഞാൻ മെനക്കെടുന്നില്ല. കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളുടെ ചരിത്രം വിശദമായി ഇന്ന് രേഖപ്പെടുത്തപ്പെട്ട ഒരു ബൃഹത് ഗ്രന്ഥമാണ് കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളുടെ ചരിത്രം. ആ കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ പറയുന്നത്, നബിയെ കണ്ട ബാണപ്പെരുമാൾ ചന്ദ്രപ്പിളർപ്പ് നേരിൽ കാണുകയും അതിൽ വിശ്വസിച്ച് മക്കയിൽ ചെന്ന് തിരുമേനിയെ കാണുകയും ചെയ്ത പെരുമാളാണ്. ഇത് ക്രിസ്തു വർഷം 618-19 വർഷത്തിലായിരിക്കാം. എന്നാൽ നബിയുടെ മരണശേഷം ഹിജറ 2-ാം ശതകത്തിൽ ചന്ദ്രപ്പിളർപ്പ് വിഷയം കേട്ട്
അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് ഇവിടെ വെച്ച് തന്നെ മതപരിവർത്തനം ചെയ്ത് ഹജ്ജിന് മക്കയിലേക്ക് പുറപ്പെട്ട രാജാവാണ് ചേരമാൻ പെരുമാൾ. കാലഘട്ടം ഏതാണ്ട് AD 8-ാം നൂറ്റാണ്ടിലും ഹിജറ 2-ാം ശതകത്തിലുമാണ് എന്ന് കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇത് രണ്ടും രണ്ടായി മനസ്സിലാക്കിയാൽ ഈ വിവാദങ്ങളൊക്കെ അസ്തമിക്കാനേ ഉള്ളൂ. പക്ഷെ അതിനും നമ്മുടെ ആധുനിക ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചരിത്രം അറിയുന്നവർ എന്ന് വിചാരിക്കുന്നവർ അതിനും തയ്യാറല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത്, ആ നിലയിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോഴും ദുർബലതകളും ഇല്ലായ്മകളും ഐതിഹ്യങ്ങളെയൊക്കെ പിൻപറ്റുകയോ അല്ലെങ്കിൽ തള്ളപ്പെടുകയോ ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും രേഖപ്പെടുത്തി വയ്ക്കാൻ മാത്രം എഴുത്ത്, അക്കാലഘട്ടത്തിൽ എഴുത്ത് വിദ്യയോ അല്ലെങ്കിൽ ചരിത്രമോ അച്ചടിയോ നാഗരികതയോ ഇല്ലാത്ത ഒരു കാലമായിരുന്നു അക്കാലമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കണം, എന്താണ് അന്നത്തെ കേരളീയ സമൂഹത്തിൻ്റെ അവസ്ഥ. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പുരോഗതിയൊക്കെ ഒരു 150 കൊല്ലത്തിൻ്റെ ഇപ്പുറം കേരളത്തിലുണ്ടായതാണ്. അതിൻ്റെ മുമ്പുള്ള അവസ്ഥ എന്തെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു 150 കൊല്ലം മുമ്പത്തെ കേരളത്തിലെ അവസ്ഥ അല്ലെങ്കിൽ 200 കൊല്ലം മുമ്പത്തെ കേരളത്തിലെ സാമൂഹികമായ അവസ്ഥ എന്തായിരുന്നു, നാഗരികത എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അക്കാലഘട്ടത്തിൽ അതിൻ്റെ മുമ്പ് ചരിത്രം എഴുതാൻ ഇവിടെ എഴുത്ത് വന്നിട്ടില്ല, അച്ചടി വന്നിട്ടില്ല, വിദ്യാഭ്യാസം ഇതുപോലെ പുരോഗതി നേടിയിട്ടില്ല. പിന്നെ എന്താണ് ചരിത്രം കൈമാറാനുള്ള ഏക വഴി? വാമൊഴി മാത്രമാണ്, വായ കൊണ്ട് പറയൽ മാത്രമാണ്. അതുതന്നെയാണ് ആധികാരികമായ ചരിത്രം. അതില്ലാതെ ലോകത്തെ ഒരു ചരിത്രവും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ ചരിത്രമെഴുത്തും സൂക്ഷിക്കലുമൊക്കെ തുടങ്ങിയിട്ട് 4-5 നൂറ്റാണ്ടുകൾ മാത്രമേ മൊത്തത്തിൽ ലോക ചരിത്രം പരിശോധിച്ചാലായിട്ടുള്ളൂ. കുറേ മുമ്പുണ്ടെന്ന് പറയുന്നത് പരിമിതമായ ചില പ്രാദേശികമായ ചരിത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇന്നത്തെ രൂപത്തിലുള്ള ചരിത്രമെഴുത്ത് വെറും 4-5 നൂറ്റാണ്ടുകളുടെ ചരിത്രമേ ഈ പറയുന്ന വിഭാഗത്തിനുണ്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിലയ്ക്ക് കേട്ടുകേൾവിയെയും വാമൊഴിയെയും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചാൽ പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? നമ്മുടെ പൂർവികരെന്ന് പറയുന്ന മാലിക് ബിൻ ദീനാറും അതുപോലെയുള്ള സംഘവുമൊക്കെ കേരളത്തിൽ അവരുടെ പിൻഗാമികളുമൊക്കെ സൃഷ്ടിച്ചെടുത്ത ദീനീബോധവും സദാചാരവും സംസ്കാരവും കേരള മുസ്ലിങ്ങളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുകയും പിൻഗാമികളായ സമൂഹം അത് അതുപോലെ കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവർ പുലർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതിലെവിടെയും മുടക്കം വന്നിട്ടില്ല. നോക്കുക നിങ്ങൾ, പിന്നെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നത് 1498 പറങ്കികൾ അല്ലെങ്കിൽ വാസ്കോഡ ഗാമ കേരളത്തിൽ വരുന്നത്. അദ്ദേഹം കേരളത്തിൽ വരുന്ന കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ ചെറിയ ഒരു രൂപം എന്താണ് അന്നത്തെ മലയാളി സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരണം ഡോക്ടർ കുണ്ടട്ട് അദ്ദേഹത്തിൻ്റെ കേരള പഴമയിൽ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അന്നത്തെ രാജാവ് താമൂതിരി രാജാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നൊരു ചരിത്രമാണത്. താമൂതിരി, അതിലെഴുതിയിരിക്കുന്ന ഭാഷ ഈ പറയുന്നത്, താമൂതിരി സാധുവാകുന്നു, പ്രാപ്തി മാത്രം. രാജാവിനെ പറ്റി പറയുന്ന അന്നത്തെ സാമൂതിരി രാജാവ്, താമൂതിരി സാധുവാകുന്നു, പ്രാപ്തി മാത്രം പോരാ. കോവിലകത്ത് ബ്രാഹ്മണർക്ക് പ്രാധാന്യം, പട്ടണത്തിലും ബന്ദരിലും മുസൽമാന്മാരാകുന്ന മാപ്പിളമാർക്കും അറബി, പാർസി, തുർക്കൻ മുതലായ പരദേശികൾക്കും ആധിക്യം ഉണ്ട്. ചീനത്തോടും മക്കത്തോടും അളവില്ലാത്ത കച്ചവടം നടക്കുന്നു. നിങ്ങൾ വന്ന് വ്യാപാരം ചെയ്യുന്നതിൽ താമൂതിരിക്ക് രസം തോന്നും. പോർച്ചുഗീസുകാരോട് പറയാം, താമൂതിരിക്ക് രസം തോന്നും. മാപ്പിളമാർക്ക് അസൂയ ഉണ്ടായാലോ രാജാവും നിങ്ങളെ വിരോധിക്കും. കേരള പഴമയുടെ 3-ാമത്തെ പേജിലുള്ള വാക്കാണിത്. വാസ്കോഡ ഗാമ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നപ്പോഴും മുസ്ലിങ്ങളാണ് ഇവിടുത്തെ പ്രബല വിഭാഗം. മുസ്ലിമീങ്ങൾ നിങ്ങളോട് അസൂയ തോന്നിയാൽ, മുസ്ലിങ്ങളുമായി തെറ്റിയാൽ പിന്നെ ഇവിടെ ഒരു വിദേശിക്ക് നിൽക്കാൻ പറ്റൂല. അവരിവിടെ നിന്ന് പോണ്ടി വരും, ഇവിടെ നിർത്തൂല. അത്രമാത്രം മുസ്ലിമീങ്ങൾ ഇവിടെ ആധിപത്യം ചെലുത്തിയിരുന്നു എന്ന് ഡോക്ടർ കുണ്ടട്ട് എഴുതപ്പെട്ട ആധുനിക യൂറോപ്യൻ ചരിത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതായി പറയപ്പെടുന്ന ചരിത്രങ്ങളാണല്ലോ ഇതൊക്കെ. കേരളോൽപ്പത്തിയേക്കാളും ആധികാരികമാണ് കേരള പഴമ എന്നും പറയപ്പെടുന്നു. ഏതുമാവട്ടെ, അദ്ദേഹം പറയുന്ന അതാണ്, മാപ്പിളമാർക്ക് അസൂയ തോന്നിയാൽ
പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കൊള്ളൂല എന്ന് വാസ്കോഡ ഗാമയോടൊരു തുർക്കൻ എന്നാണ് ആ പ്രയോഗം. ഒരു തുർക്കൻ ഈ നാട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന വിവരമാണ് ഈ പറയുന്നത്. വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇവിടെ വരുന്നത് ഗൾഫിൽ നിന്നൊന്നുമല്ല, അറേബ്യയിൽ നിന്നല്ല, ഇന്ന് കേരളത്തിൽപ്പെട്ട കൊച്ചിയിൽ നിന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിൽ വരുന്നത്. അദ്ദേഹം പൊന്നാനിയിൽ വരുന്നതിൻ്റെ മുമ്പ് പൊന്നാനിയിൽ പള്ളിയുണ്ട്, ചാലിങ്കൽ പള്ളി. ആ പള്ളിയിൽ ദർസുണ്ട്, ആ പള്ളിയിൽ ഖാലിയുണ്ട്, മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തോടുകൂടെ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ നിഷേധിച്ച് അതിൻ്റെ മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ മുമ്പ് കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊരു പണ്ഡിതൻ ഒരു മൗലവി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടിരിക്കും. മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ചേരമാമ്പരും ഈ പറയുന്ന മാലിക് ദീനാർ സംഘത്തിൻ്റെ കാലത്ത് ഇസ്ലാം ഇവിടെ വന്നു എന്നത് ശരിയാണ്. പക്ഷേ സൈനുദ്ദീൻ മഖ്ദൂം വരുന്നതിൻ്റെ മുമ്പ് കേരളത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ഒരു മുജാഹിദ് പ്രഭാഷകൻ പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഇന്ന് നമുക്ക് യൂട്യൂബിലും മറ്റൊക്കെ കാണാൻ കഴിയും. മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്നാണ് അവർ പറയുന്നത്. 900 കൊല്ലമാണ് ഈ പറയുന്നത്. മാലിക് ദീനാർ സംഘം കഴിഞ്ഞിട്ട് 900 കൊല്ലം കഴിഞ്ഞിട്ടാണ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലം വരുന്നത്. അതേവരെ ഇവിടെ മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സംഭവം തന്നെ ഇവിടെ ഇല്ല. പിന്നീട് വന്നത് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലശേഷമാണ് പിന്നെ ഇസ്ലാം ഇവിടെ ഉണ്ടായത് എന്നാ. ഇത് എത്രമാത്രം വലിയൊരു അബദ്ധമാണ്, എത്ര വലിയൊരു തെറ്റാണ്. ഈ സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകമാണ്, മഹാപാപമാണ് ഈ ദുഷ്ടന്മാർ ചെയ്യുന്നത്. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്രമാത്രം മോശപ്പെട്ടൊരു ചിന്താഗതി ഈ സമുദായത്തിൽ പരത്തുന്നത് കേരളീയ സമൂഹത്തെപ്പറ്റി വിവരമില്ലാത്തത് കൊണ്ടാണ്, മലയാളത്തിൻ്റെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്, ഇന്നുള്ള ചരിത്രവും ഇന്നുള്ള മാനദണ്ഡവും വെച്ച് പൂർവികരെ വിലയിരുത്തുന്നത് കൊണ്ടാണ്. ഇന്നത്തെ കേരളീയ ചരിത്രം വെച്ചിട്ട് പൂർവികരെ വിലയിരുത്തുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കുക, ടിപ്പു സുൽത്താൻ കേരളത്തിൽ വരുന്നതിൻ്റെ മുമ്പുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ടിപ്പു സുൽത്താൻ്റെ ബദ്ധവൈരിയായ ബ്രിട്ടീഷുകാരുടെ മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോഗൻ തന്നെ പറയുന്നുണ്ട്. ടിപ്പു സുൽത്താൻ കേരളത്തിൽ വരുന്നതിൻ്റെ മുമ്പ്, അതായത് 1800-കൾക്ക് മുമ്പ് എന്തായിരുന്നു കേരളത്തിലെ അവസ്ഥ? അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഓർമ്മയിൽപ്പെടുന്ന കാലം വരേക്കും, അതായത് 1800-കളിൽ 1887-ലാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിക്കുന്നത്. അത് വെച്ചിട്ട് അതിൻ്റെ മുമ്പുള്ള തലമുറ, ആ വയസ്സന്മാർ, കാരണവന്മാർ, അവരുടെ ജീവിതകാലം വരേക്കും മലബാറിൽ കാളവണ്ടികളും നിർമ്മിത പാതകളും നിലവിലുണ്ടായിരുന്നില്ല. അപ്പോൾ 200 കൊല്ലം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു റോഡോ കാളവണ്ടിയോ ഇല്ലാത്ത ഒരു നാഗരിക സംസ്കാരമാണ് കേരളത്തിലുണ്ടായിരുന്നത്. 200 കൊല്ലം മുമ്പത്തെ കേരളം ഈ പറയുന്നത് കാളവണ്ടി പോലും ഇല്ലാത്ത ഒരു കൊടുങ്കാട് എന്ന് വേണമെങ്കിൽ പറയാം. നാഗരികത ഈ ലോകത്തിന് ബാധിച്ചിട്ടില്ല, യൂറോപ്യൻ സംസ്കാരം ഇവിടെ എത്തിയിട്ടില്ല, നാഗരികത തൊട്ട് തീണ്ടിയിട്ടില്ല, പരിഷ്കാരം ഇവിടെ എത്തി നോക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു സമൂഹമാണ് 200 കൊല്ലം മുമ്പ് നമ്മുടെ ഈ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ മലയാളക്കരയിൽ ഉണ്ടായിരുന്നത് എന്ന് ലോഗൻ അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവലിൻ്റെ 57-ാമത്തെ പേജിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം തുടരുന്നു, മലബാറിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് നാട്ടിൻ്റെ ഏറ്റവും ദുർബലമായ അകന്നൊഴിഞ്ഞു കിടക്കുന്ന കേന്ദ്രങ്ങളിൽ പോലും കടന്നെത്താൻ കഴിയുമാറ് അതിവിപുലമായൊരു റോഡ് ശൃംഖല എന്ന ആശയം ആവിഷ്കരിച്ചതും അത് ഒട്ടുമിക്കവാറും പ്രാവർത്തികമാക്കിയതും ടിപ്പു സുൽത്താനാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷുകാരുടെ വിരോധിയാണ് ടിപ്പു സുൽത്താൻ, പക്ഷെ സത്യം പറയല്ലാതെ മാർഗമില്ലാത്തതുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചതാ. അപ്പോൾ ടിപ്പു സുൽത്താനാണ് ഇവിടെ റോഡുണ്ടാക്കിയത്. അതിൻ്റെ മുമ്പ് റോഡ് പോലുമില്ല ഈ നാട്ടിൽ. മലബാറിൽ എവിടെയും റോഡെന്ന് പറയുന്നത് സംഭവമല്ല. കാളവണ്ടി പറഞ്ഞൊരു വണ്ടി പോലും ഇല്ല. ഭാരം ചുമക്കാൻ മനുഷ്യന്മാരെയല്ലാതെ ഒരു കഴുതയെപ്പോലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തെ ഒരു സമൂഹത്തോട് നിങ്ങളെന്താ ചരിത്രത്തിലാണെന്നും കാണാത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെയുണ്ട്. ഇവർക്കെന്ത് ചരിത്ര? ഇങ്ങനത്തെ ഒരു വിഭാഗത്ത് മുസ്ലിങ്ങളുടെ ചരിത്രമല്ല ഞാനീ പറയുന്നത്, കേരളത്തിലെ മലയാളികളുടെ ചരിത്രം ഇതാണ്. ഇവർക്ക് ചരിത്രമില്ല, ചരിത്രം എഴുതി വച്ചിട്ടില്ല. ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയുന്ന ബ്രാഹ്മണന്മാർ പോലും ആ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തൊരു കാലം. 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളീയ സമൂഹത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. ഇനിയോ
സാമൂഹികമായ അവസ്ഥ പരിശോധിച്ചാൽ കൃഷി മാത്രമായിരുന്നു ഇവർക്കുള്ളൊരു തൊഴിൽ. കൃഷി. ഈ കൃഷിയുടെ അവസ്ഥ എന്താണ്? ഈ കൃഷി ഭൂമി മുഴുവൻ ഒന്നുകിൽ ബ്രഹ്മസ്വം വകയാണ്, അല്ലെങ്കിൽ ദേവസ്വം വകയാണ്. ഭൂമി മുഴുവൻ ഒന്നുകിൽ ബ്രഹ്മസ്വം വക അല്ലെങ്കിൽ ദേവസ്വം വക. വേറെ ആർക്കും ഭൂമിയിൽ അവകാശമല്ല. ആ ഭൂമി മുസ്ലിമീങ്ങളും അതേപോലെ ഏതാനും തീയ്യന്മാരും പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യും. നായന്മാർ പണിയെടുക്കൂല. നായന്മാർ വാളും അരി തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുക. അവരിവിടുത്തെ ഞങ്ങളാണ് ഈ നാട് ഭരിക്കുന്നവർ, ഈ നാട്ടിലെ പോലീസ് ഞങ്ങളാണെന്നും പറഞ്ഞിട്ട് അരിയിൽ വാളും തൂക്കി നടക്കുന്ന ഒരു വിഭാഗമാണ് നായന്മാർ. സമൂഹത്തിൽ വളരെ കൂടുതലുള്ളൊരു വിഭാഗമാണ്. പാലക്കാട് കലക്ടറുടെ കീഴിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് 4857 വീടുകൾ നായന്മാരുടെ വീടുകളായിരുന്നു എന്ന് കാണാം. ഒക്കെ കൂടി പറയുന്നില്ല, ചുരുക്കുകയാണ്. അത്രയേ ഉള്ളൂ ഇവിടെ. അവർക്ക് പണി എന്താ? ഈ വാള് അരി തൂക്കിയിട്ട് ഇങ്ങനെ നടക്കണ പണിയെടുത്ത് ജീവിക്കണ പരിപാടിയില്ല. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുക, അതുകൊണ്ട് ജീവിക്കലാണ് നായന്മാരുടെ പണി. മുസ്ലിമീങ്ങളും കുറേ തീയ്യന്മാരും, അതായത് ഈഴവന്മാർ, SNDP-ക്കാർ, അവരിൽ നിന്ന് ഉയർന്ന ചില ആളുകളും ഈ അമ്പലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്തിട്ട് നെൽകൃഷി ഉണ്ടാക്കും. പിന്നെ കേരളത്തിലൊരു വിഭാഗം ഉണ്ടായിരുന്നത് ചർമ്മക്കൾ, പുലയന്മാർ എന്ന് പറയുന്നൊരു വിഭാഗമായിരുന്നു പിന്നെയുണ്ടായിരുന്ന മറ്റൊരു വിഭാഗം. ഈ പുലയന്മാരെന്ന് പറയുന്ന വിഭാഗം പൂർണ്ണമായും അടിമകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വീടില്ല. വീടിൻ്റെ കണക്കിൽ അവരെ പെടുത്തിയിട്ടില്ല. അവർക്ക് ആർക്കും വീടില്ല. ഒരു 200 കൊല്ലം മുമ്പത്തെ അവസ്ഥ, അല്ലെങ്കിൽ 150 കൊല്ലം മുമ്പ് വരെ മലബാറിൽ അടിമകളെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. 3 ഉറുപ്പിക 8 അണ കൊടുത്താൽ നല്ല ആരോഗ്യമുള്ളൊരു അടിമയെ മലബാറിൽ വാങ്ങാൻ കിട്ടുമായിരുന്നു. 1845 ഒരടിമയുടെ ഒരു ചർമ്മൻ്റെ വില, ആരോഗ്യമുള്ളൊരു ചർമ്മൻ്റെ വില, ബ്രിട്ടീഷ് സർക്കാർ അടക്കം കോടതി അടക്കം അംഗീകരിച്ച വില. അത് 3 ഉറുപ്പിക 8 അണ കൊടുത്താൽ നല്ല ആരോഗ്യമുള്ളൊരു ചർമ്മനെ വാങ്ങാൻ കിട്ടും. അവനെ ഉടമകൾക്ക് കൊല്ലാം, തല്ലാം, എന്തും ചെയ്യാം, ഒരു പ്രശ്നമല്ല. ഇതായിരുന്നു 150 കൊല്ലം മുമ്പത്തെ കേരളം. ഈ കേരളത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടില്ല. അതിൻ്റെ പൂർവിക ചരിത്രം കിട്ടാനില്ല. അന്നിവിടെ ചരിത്രത്തിലൊന്നും കാണാത്തത് കൊണ്ട് മുസ്ലിങ്ങളില്ല എന്ന് പറയുന്ന മൗഢ്യം എത്രമാത്രം വലിയ ജഹാലത്താണ്, വിവരക്കേടാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിവരിച്ചത്. ഈ അടിമകളൊക്കെ, ഈ ചർമ്മക്കളെന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ ഈ ജമ്മികളുടെ അടിമകളായിരുന്നു. അവരുടെ കൃഷിയിടങ്ങളിൽ കൂലിയില്ലാതെ, അവകാശങ്ങളില്ലാതെ, പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ ചർമ്മക്കൾ എന്ന് പറയുന്ന വിഭാഗം. അവർ 1835 മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ പറയുന്ന അവരുടെ കൃത്യമായ എണ്ണം അദ്ദേഹം പറയുന്നുണ്ട്. 1,44,000 ചർമ്മക്കൾ മലബാറിലുണ്ടായിരുന്നു, അടിമകൾ. ചർമ്മക്കൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചർമ്മക്കളുടെ പൂർവികർ, അടിമകൾ 1,44,000 1835 മലബാറിലുണ്ടായിരുന്നു. 1842 എത്തുമ്പോൾ അവരുടെ കണക്ക് 1,59,000 വർദ്ധിക്കുന്നു. ഈ കണക്ക് പറയുന്നതിൻ്റെ ഒരു പിൻവശമുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. പിന്നീട് അങ്ങോട്ട് ചർമ്മക്കയുടെ കണക്ക് ഒറ്റയടിക്കാണ്ട് കുറയുകയാണ്. പിറ്റത്തെ സ്കാനേഷുമാരിയിൽ വെറും 44,000 ചുരുങ്ങി. അപ്പോൾ ഇദ്ദേഹം വില്യൻ ലോകം തന്നെ പറയുന്നുണ്ട്, ഇവരാരും മരിച്ചതല്ല, ഇവരൊക്കെ മതം മാറി മുസ്ലിങ്ങളായതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടി. കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് 1843 അടിമത്തം കർശനമായി നിരോധിച്ചു. അതിൻ്റെ മുമ്പ് 2-3 നിരോധനം കഴിഞ്ഞിട്ടും ഇവിടെ അടിമത്തം നിർബാധം നടക്കുകയായിരുന്നു. ഇനി അതിനൊരു സംരക്ഷണവും കൊടുക്കാത്ത വിധം അടിമത്തം നിരോധിച്ചപ്പോൾ ഇവരൊക്കെ സ്വതന്ത്രരായി. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവരൊക്കെ കൂടി മതം മാറിയതാണ് ഇവിടെ ചർമ്മക്കൾ, അടിമകൾ കുറയാൻ കാരണമായത് എന്നതാണ് ചരിത്രം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് 1.5 ലക്ഷത്തോളം അടിമകൾ 150 കൊല്ലം മുമ്പ് മലബാറിലുണ്ടായിരുന്നു. അത്രമാത്രം അധപ്പതിച്ചൊരു ലോക ചരിത്രത്തിൽ വേറല്ല. 150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ അധപ്പതിച്ചൊരു ലോകത്തെ എവിടെ പരിശോധിച്ചാലും കാണൂല. അത്രമാത്രം അധോഗതിയിൽ ജീവിച്ചൊരു സമൂഹമാണ് ഈ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്ന വിഭാഗം. ഇപ്പം നമ്മുടെ 150 കൊല്ലത്തിൻ്റെ ഇപ്പുറം ഇംഗ്ലീഷുകാർ വന്നതുകൊണ്ടും
അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ മുഗൾ രാജാക്കന്മാരും മറ്റുമൊക്കെ വന്നതുകൊണ്ടുമുണ്ടായ പുരോഗതിയുടെ പേരിൽ നമ്മൾ പാരമ്പര്യം പറയുമ്പോൾ നമ്മൾ ഈ പാരമ്പര്യം പൂർവികമായ നമ്മുടെ അധപ്പതനം നമ്മൾ അറിയാതെ പോവുകയാണ്. ഇതാരും ചർച്ച ചെയ്യാതെ പോവുകയാണ്. എന്നിട്ട് ഇന്നത്തെ നിലവാരം വെച്ചിട്ട് പൂർവികരെ വിലയിരുത്തി എന്തേ അവർ അറബി കോളേജ് ഉണ്ടാക്കിയില്ല, എന്താ അന്നത്തെ കാലത്ത് ജാമിയ നൂരിയ പട്ടിക്കാട് ഉണ്ടാക്കിയില്ല, എന്തേ അന്ന് ജാമിയ വഹബി ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇന്ന് ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ ആലോചിക്കുക. അതാണ് അന്നത്തെ ലോകം. ഈ കേരളീയ സമൂഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അത്രമാത്രം അധപ്പതിച്ചൊരു സമൂഹമായി ജീവിച്ച വിഭാഗമാണ് കേരളീയ സമൂഹത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 200 കൊല്ലം മുമ്പ് വരെ പണിയില്ലാത്ത, കൂലിയില്ലാത്ത, റോഡില്ലാത്ത, കാളവണ്ടി പോലുമില്ലാത്ത, നാഗരികതയോ ഭൗതിക പുരോഗതിയോ സാങ്കേതിക വിദ്യകളോ ഭൗതിക വിദ്യാഭ്യാസമോ എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു ചളിക്കുണ്ടിൽ കൂരാക്കൂരിട്ടിൽ കഴിഞ്ഞ ഒരു വിഭാഗമാണ് കേരളീയ സമൂഹം എന്ന് ചരിത്രം പരിശോധിച്ച് കാണും. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ സമൂഹത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നത്. അതാണ് ചിന്തിക്കേണ്ടത്. അതവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അവിടെയാണ് നമ്മുടെ പാരമ്പര്യവും പുരോഗമനവാദവും നമ്മുടെ പൂർവികരെ പറ്റിയുള്ള ബോധവും നമുക്കുണ്ടാവേണ്ടത്. അത്തരമൊരവസ്ഥയിൽ ഇവിടെ ബ്രാഹ്മണന്മാർക്ക് കഴിയാത്ത, രാജാക്കന്മാർക്ക് കഴിയാത്ത, ഭരണകൂടങ്ങൾക്ക് കഴിയാത്ത ഒരു പുരോഗതിയും ആ നിലയിലുള്ള ഇസ്ലാമിക പ്രബോധനവും പ്രചരണവും ഇസ്ലാമിക സാഹിത്യവും വരെ നമ്മുടെ സമൂഹം ഉണ്ടാക്കി. നോക്കുക നിങ്ങൾ, ഞാൻ പരത്തി പറയാൻ സമയമില്ലാത്തത് കൊണ്ടും ക്ഷീണിതനാണ്, വയസ്സായിട്ട് കൊണ്ടല്ല, ഇന്നത്തെ ദിവസത്തിൻ്റെ അവസ്ഥയിൽ ക്ഷീണിതനാണത് പറയാൻ പാടില്ലല്ലോ പ്രസംഗത്തിൽ. ഞാൻ അധികം നീട്ടി പറയാൻ കഴിയാത്തതുകൊണ്ട് ചുരുക്കുക. 400 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ അല്ലേ, അങ്ങനെയല്ലേ പറയാറ്? അപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി മലബാർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം, മലയാള ഭാഷയെ പറ്റി പറയുന്ന ഭാഗം നിങ്ങൾ കിട്ടുമെങ്കിലും ഒന്ന് എടുത്തു നോക്കുക. എ ശ്രീധരമേനോൻ തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി ഒരു അക്ഷരം ഉണ്ടെന്നില്ല. നമ്മൾ മലയാള ഭാഷൻ്റെ പിതാവ് എന്നൊക്കെ ആരെപ്പറ്റി പറയും? തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി പറയും, യൂണിവേഴ്സിറ്റി സർവകലാശാലയൊക്കെ ഉണ്ടാക്കും. പക്ഷേ ശ്രീധരമേനോൻ മൂപ്പരെ പറ്റി മുണ്ടൂല. എന്താ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മേനവന്മാരുടെയും പിള്ളമാരുടെയൊക്കെ ചരിത്രത്തിൻ്റെ ഗതി. അയാൾ ശൂദ്രനായിരുന്നു, താഴ്ന്ന ജാതിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അയാൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ സവർണ വിഭാഗത്തിനെതിരിലാണ് അദ്ദേഹം മലയാളം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ സവർണന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് ആ മലയാള ഭാഷ ഇഷ്ടമായിരുന്നില്ല, അതവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. പോട്ടെ, ആ ചരിത്രം ഞാൻ നീട്ടി പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളൊരു അധപ്പതനത്തിൽ ജീവിച്ച സമൂഹം ഈ കൂരാക്കൂരിരുട്ടത്ത് അജ്ഞതയുടെ കാലഘട്ടത്തിൽ നാഗരികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ഭൗതിക പുരോഗതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സമൂഹം 200 കൊല്ലം മുമ്പ് വരെ കഴിഞ്ഞുപോയ 1300 അല്ലെങ്കിൽ 1100 വർഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർത്ത പുരോഗതിയെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ പൂർവികരെ നമ്മൾ സ്തുതിക്കുകയല്ലാതെ മാർഗം ഉണ്ടാവില്ല. മഹാന്മാരായിരുന്നു അവരെ തള്ളിക്കളയേണ്ടവരല്ല, അവരെ അവഹേളിക്കപ്പെടേണ്ടവരല്ല. ഇന്നത്തെ പുത്തനാശയക്കാർ ചെയ്യുന്നത് പോലെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു ഇസ്ലാം ഇവിടെ ഒരിക്കലും പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കണം. അവരിവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചു. അതിനു വേണ്ട മാർഗങ്ങൾ തുഞ്ചത്തെഴുത്തച്ഛനേക്കാളും മുമ്പ് സ്വന്തമായൊരു ഭാഷയുണ്ടാക്കിയെടുത്തു മുസ്ലിമീങ്ങൾ. 400 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതിന് എത്രയോ മുമ്പ് ഇവിടെ അറബി മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടാക്കിയെടുത്തു. അന്ന് മലയാളം ഉണ്ടായിട്ടില്ല. അതിൻ്റെ മുമ്പേ അറബി മലയാളം ഉണ്ടാക്കിയെടുത്ത് അതിൽ ആയിരക്കണക്കിന് വലിയ വലിയ കൃതികൾ, മുഹീദ്ദീൻ മാല മാത്രമല്ല ഒരുപാട് കൃതികൾ, ഇസ്ലാമിൻ്റെ ആത്മജ്ഞാനവും തത്വജ്ഞാനവും കർമ്മശാസ്ത്രവും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് കൃതികൾ എഴുതിയുണ്ടാക്കിയ മഹാപണ്ഡിതന്മാർ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ സൈനുദ്ദീൻ മഖ്ദൂം വന്നതിൻ്റെ ശേഷവും അതിൻ്റെ മുമ്പും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. അന്നുള്ള സൗകര്യം വെച്ചിട്ട് അന്നാകുന്ന രൂപത്തിലുള്ള പുരോഗതി അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട മധ്യകാല അധോഗതിയിലേക്ക് യൂറോപ്പിനെ എത്തിച്ചത് ക്രിസ്തുമതവും പൗരോഹിത്യവുമാണ് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. യൂറോപ്യൻ ചരിത്രത്തെ അധോഗതിയിലേക്ക് തള്ളിവിട്ടത് ക്രിസ്തുമതവും അവരുടെ പൗരോഹിത്യവുമാണ്. ഇത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഫലമായിട്ട്
നവോത്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പൗരോഹിത്യത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് യൂറോപ്യൻ ഭരണകൂടങ്ങളും ജനങ്ങളും രക്ഷപ്പെട്ടത്. അതിനാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതേവരെ ക്രിസ്തു മതത്തിൻ്റെ അല്ലെങ്കിൽ പോപ്പിൻ്റെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു സമൂഹമാകമാനം. യൂറോപ്യൻ സമൂഹം നിലനിന്നിരുന്നത് ചർച്ചിൻ്റെ ആധിപത്യത്തിലായിരുന്നു. ചർച്ച് പറയുന്നതാണ് ശാസ്ത്രം, ചർച്ച് പറയുന്നതാണ് ചരിത്രം, ചർച്ച് പറയുന്നതാണ് കല. എല്ലാ കാര്യത്തിലും ചർച്ചിൻ്റെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഈ നിയന്ത്രണം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മധ്യകാലത്തുണ്ടായിരുന്ന ആ ഇരുട്ടറകളെ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ ഒരു യുഗം ലോകത്ത് ആരംഭിച്ചത് ഈ നവോത്ഥാന കാലഘട്ടത്തോടുകൂടെയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നവോത്ഥാന കാലത്ത് രൂപപ്പെട്ടു വന്ന ഭൗതിക സങ്കല്പങ്ങളിലൂടെയാണ് ആധുനിക യൂറോപ്പ് പുതിയ തലങ്ങളിലേക്ക് വികസിച്ചതും ഇന്നും മുന്നോട്ട് പോകുന്നതും ആ സങ്കല്പങ്ങളിലൂടെയാണ്. ചില സങ്കല്പങ്ങൾ അതിന് പേരെന്തുമാവാം, കമ്മ്യൂണിസമാകാം, സോഷ്യലിസമാകാം, അല്ലെങ്കിൽ ക്യാപിറ്റലിസമാകാം, എന്തുമാവട്ടെ. ചില സങ്കല്പങ്ങൾ പുതിയതായി ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചിനും മൊത്തത്തിൽ അതിൻ്റെയൊക്കെ ആകത്തുക മതത്തോടും മതപൗരോഹിത്യത്തോടുമുള്ള ഏറ്റവും വലിയ എതിർപ്പാണ് ഇത്തരം ചിന്തകളുടെയൊക്കെ ആകത്തുക. കമ്മ്യൂണിസമായാലും ബാക്കിയൊക്കെ അത് അവർ വളർന്നു വന്ന സാഹചര്യമാണ്. കമ്മ്യൂണിസത്തിൻ്റെ കുഴപ്പമല്ല. അവർ വളർന്നു വന്നത് ഇത്തരം കമ്മ്യൂണിസവും ഇതുപോലെയുള്ള ചിന്താഗതികളൊക്കെ രൂപപ്പെട്ടതും അവർ സ്വാതന്ത്ര്യം നേടിയതും അത്തരമൊരു പൗരോഹിത്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ്. ആ പൗരോഹിത്യത്തിൻ്റെ അപ്രമാദിത്വത്തിൽ നിന്നാണ്, പൗരോഹിത്യത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്നാണ് കമ്മ്യൂണിസം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് മതങ്ങളോടും മതപൗരോഹിത്യങ്ങളോടും തീർത്താൽ തീരാത്ത പക ഇത്തരം ഭൗതികമായ സങ്കല്പങ്ങൾക്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മതപൗരോഹിത്യത്തിൻ്റെ മ്ലേച്ഛമായ കൂച്ചുവിലങ്ങുകൾ പൊട്ടിച്ചെറിയാനും പൊട്ടിച്ചെറിഞ്ഞ ആധുനിക യൂറോപ്പിൻ്റെ ചിന്തയിലും ഭൗതിക പുരോഗതിയിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച നവോത്ഥാന സങ്കല്പങ്ങൾ മത ധാർമ്മിക സദാചാര മൂല്യങ്ങളെ തിരസ്കരിക്കുകയും മൂല്യച്യുതിയുടെ ചളിക്കുണ്ടിലേക്ക് സമൂഹത്തെ ആപതിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലം ഭരണകൂടങ്ങൾ, നല്ല നല്ല ഭരണകൂടങ്ങൾ ഉണ്ടായി, ജനാധിപത്യം വന്നു എന്നൊക്കെ പറയാമെങ്കിലും മതത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്ന ധാർമ്മികത, സദാചാരമൂല്യം അതൊക്കെ മ്ലേച്ഛമായി ഗണിക്കപ്പെടുകയും ജനങ്ങളാകമാനം ആരോടും കടപ്പാടില്ലാത്ത, ആരോടും ഉത്തരവാദിത്തമില്ലാത്ത, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത താന്തോന്നികളായി സമൂഹം മാറിയത് ഈ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ശേഷമാണ്. അതിൻ്റെ ശേഷം ഏതായാലും സാങ്കേതിക വിദ്യ കൊണ്ടും സൈനിക ശക്തി കൊണ്ടും ആ ആധുനിക യൂറോപ്പ് ലോകത്തെ കോളനികളാക്കി മാറ്റി. ഇന്ത്യ അടക്കമുള്ള, സൗദി അറേബ്യ അടക്കമുള്ള അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ എല്ലാ വൻകരകളിലെ മിക്ക സ്ഥലങ്ങളും ജനവാസമുള്ള മേഖലകളൊക്കെ ഈ യൂറോപ്യന്മാരുടെ ആധിപത്യത്തിലും കോളനികളുമാക്കി മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു ദുരന്തം ആ പൗരോഹിത്യ വിരോധവും അതേപോലെ തന്നെ യൂറോപ്പിൻ്റെ സ്വതന്ത്ര ചിന്തയും പുതിയ ലോകങ്ങളിലേക്ക് അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരുന്നു. ലോകത്തൊക്കെയുണ്ടായ പുതിയ ചിന്ത, ആ യൂറോപ്യന്മാരുടെ പൗരോഹിത്യത്വ വിരുദ്ധമായ സ്വതന്ത്ര ചിന്ത ലോകത്തെ എല്ലാ വിഭാഗങ്ങളിലേക്കും, ലോകത്തിൻ്റെ മുക്കുമൂലകളിലേക്ക് എത്തിച്ചത് ഈ വിഭാഗമായിരുന്നു. ഈ ആധുനിക യൂറോപ്പിൻ്റെ നവോത്ഥാന ശേഷമുണ്ടായ പുരോഗതിയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും റഷീദ് റളയും സയ്യിദ് മൗദൂദിയും ഒക്കെ ഈ പൗരോഹിത്യത്തിനെതിരിൽ സ്വതന്ത്ര ചിന്തയുമായിട്ട് ഇസ്ലാമിൽ കടന്നു വരുന്നത്. ഇത് യൂറോപ്യൻ പുരോഗതിയുടെ നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ ചിന്തയുടെ ഭാഗമാണ്. ഇവരും ഇതേ ചിന്താഗതിക്കാരാണ്. പക്ഷെ മതത്തിൻ്റെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് ഇവർ മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ മതത്തിൽ നവീകരണ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് ഇവർക്കുള്ള വ്യത്യാസം. ഇവരുടെ ഓരോരുത്തരുടെ ചിന്തകൾ പരിശോധിച്ചാലും ഈ സ്വതന്ത്ര ചിന്തയും അതേപോലെ തന്നെ ഈ യൂറോപ്യൻ ചിന്താഗതിയിൽ നിന്ന് കിട്ടി ആവാഹിച്ചെടുത്ത ചിന്തകളുമൊക്കെ ഇവരെ അടിസ്ഥാനപരമായി സ്വാധീനിച്ചത് കൊണ്ട് കാണാം. അത് തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ നമ്മുടെ സമുദായത്തിലും സമൂഹത്തിലും ഇപ്പോഴും അത്തരം ചിന്താഗതികളിലേക്ക് വളരെ പെട്ടെന്ന് ആവാഹിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ സ്വതന്ത്ര ചിന്ത,
ഇത് ഇസ്ലാമിൽ നിന്നുണ്ടായ ചിന്തയല്ല. ഇത് ക്രിസ്തുമത നവീകരണത്തിൻ്റെ ഭാഗമായുണ്ടായ പൗരോഹിത്യത്തിനോടുള്ള വിരോധം. ഇപ്പോഴും നമ്മുടെ ജമാഅത്തുകാരും മുജാഹിദുകളൊക്കെ പറയാറുണ്ടല്ലോ, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം അവർ പറയും. എന്നിട്ടോ ആരെങ്കിലും മുന്നിൽ നിർത്തിയിട്ടേ അവർ നിസ്കരിക്കാറുള്ളൂ, അല്ലാതെ നിസ്കരിക്കാൻ അവരെ കിട്ടൂല. ഞാനൊരു വീട്ടിൽ മരിപ്പുള്ള വീട്ടിൽ, എൻ്റെ നാട്ടിലൊരു വീട്ടിൽ മരിപ്പിന് ചെന്നപ്പോൾ പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയ മയ്യത്താണ് ഞാൻ നിസ്കരിച്ചിട്ട് പുറത്ത് വന്നിരുന്ന് യാസീൻ ഓതുമ്പോൾ കുറച്ച് ജമാഅത്തുകാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കട്ടെ എന്ന്. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കട്ടെ എന്ന്. അവർ നിസ്കരിച്ചാൽ മൂല്യന്മാരെങ്ങാനും തടഞ്ഞാലോ വിചാരിച്ചിട്ടൊന്നും എനിക്കറിഞ്ഞൂടാ, മയ്യത്ത് നിസ്കരിക്കട്ടെ ചോദിച്ചു. ആ നിസ്കരിച്ചളിയും പറഞ്ഞു. അപ്പം അവരെന്നോട് പറയും, എന്നാൽ ഇമാമ് നിൽക്കുമെന്ന്. ഞാൻ നിസ്കരിച്ചിട്ടാണ് ഇരിക്കണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവർക്ക് ഇമാമ് വേണം, പുരോഹിതം വേണം. പൗരോഹിത്യം അവരിലുണ്ട്, പക്ഷെ കാര്യത്തിനൊക്കെ പൗരോഹിത്യം വേണം. അവരാ യൂറോപ്പിൽ നിന്ന് കിട്ടിയ പൗരോഹിത്യം, ആ പൗരോഹിത്യ വിരുദ്ധ വികാരം അതിപ്പോഴും ജമാഅത്തുകാരും മുജാഹിദുകളും കൊണ്ടു നടക്കുന്നത് യൂറോപ്യൻ നവോത്ഥാനത്തിൽ നിന്ന് വന്ന ആ വികല ചിന്തയുടെ ഭാഗമാണ്. അതിപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരക്കാരാണ് നമ്മുടെ മഹത്തായ മാപ്പിള പാരമ്പര്യത്തെ, 1400 കൊല്ലത്തെ പരിശുദ്ധമായ പവിത്രമായ ചളിപുരളാത്ത പാരമ്പര്യത്തെ തള്ളിപ്പറയുന്നതും അവഹേളിക്കുന്നതും അവരെയൊക്കെ കാഫറാക്കുന്നതും ഈ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ്. അത് നമ്മൾ കരുതിയിരിക്കണം. വളരെ ജാഗ്രതയോടുകൂടെ ആ വിഷയം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂതകാല ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് വർത്തമാനത്തെ ക്രമപ്പെടുത്താനും ഭാവിയെ എത്തിപ്പിടിക്കാനുമുള്ള ചാലക ശക്തിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ചാലക ശക്തി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പൂർവിക ചരിത്രം നമുക്ക് അഭിമാനത്തിൻ്റേതാണ്, അത് പഠിക്കൽ നമുക്ക് അനിവാര്യമാണ്. ചരിത്രമെന്നത് മനുഷ്യകർമ്മങ്ങളുടെ ആകെത്തുകയാണ് എന്നാണല്ലോ ചരിത്രത്തെപ്പറ്റി പറയാറുള്ളത്. ഭൂതകാലത്തെ വർത്തമാനത്തിൽ നിന്നോ വർത്തമാനത്തെ ഭാവിയിൽ നിന്നോ പൂർണ്ണമായും പകുത്തുമാറ്റാൻ കഴിയാത്തതുപോലെ മനുഷ്യകർമ്മങ്ങളും ത്രികാലബന്ധമായ ഒരു മഹാശക്തിയാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മളെല്ലാവരും. സൃഷ്ടിലോകത്തെ മഹാത്ഭുതമായ മനുഷ്യനിൽ സ്ഥായിയായ 2 ഭാവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ 2 ഭാവങ്ങൾ, ഒന്ന് ദൈവഭാവവും ആത്മീയമായ ഭാവവും, രണ്ടാമത്തത് പൈശാചികമായ ഭാവവുമാണ്. ഇത് രണ്ടും ചരിത്രത്തിൽ പരിശോധിച്ചാൽ, നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ 2 ഭാവങ്ങളും 2 ചരിത്രമായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ പൈശാചികമായ ചരിത്രവും പൈശാചികമായ ഒരു പാരമ്പര്യവും അതേപോലെ തന്നെ ദൈവികമായൊരു പാരമ്പര്യവും നമുക്ക് അവകാശപ്പെടാനുണ്ട്. ഈ 2 ഭാവങ്ങളും നിരന്തര സംഘർഷത്തിലാണ്. പൈശാചിക ഭാവമായ കാമക്രോധ മോഹേച്ഛകളെ നിയന്ത്രിച്ച് സംസ്കൃതനാവുമ്പോൾ ദൈവിക ഭാവം തിളങ്ങി വരികയും ചരിത്രത്തിൻ്റെ നിർമ്മാതാവായ ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെടുകയും ചെയ്യുമെന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. നമ്മൾ ചരിത്രം വായിക്കുന്നവരല്ല, ചരിത്രം സൃഷ്ടിക്കേണ്ടവരാണ് എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ത്രികാല ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി ചിരഞ്ജീവികളായി വിരാജിക്കുന്ന ചരിത്ര നിർമ്മാതാക്കളായ മഹാത്മാക്കളെ തിരസ്കരിച്ചുകൊണ്ടല്ല കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ വഹാബി മൗദൂദികളും അതുപോലെയുള്ള പുത്തനാശയക്കാരും ചെയ്യുന്നത് പോലെ ആ പൂർവിക മഹാത്മാക്കളെ, മഹത്വമുള്ള ആത്മാക്കളെ, പാരമ്പര്യത്തിൻ്റെ ആ ചരിത്രം നമ്മിലേക്ക് എത്തിച്ചു തന്ന മഹത്തുക്കളെ തിരസ്കരിച്ചുകൊണ്ടല്ല, സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകേണ്ടതും മുന്നോട്ട് പോയിട്ടുള്ളതും എന്ന വസ്തുത നാം തിരിച്ചറിയുക. ഏതായാലും ആ നിലയിൽ നമ്മുടെ പിന്നോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് വലിയ അഭിമാനകരമായ ഒരു ചരിത്രം തന്നെ തീർച്ചയായും നമുക്ക് പറയാനുണ്ട്. അത് അപമാനത്തിൻ്റെ ചരിത്രമായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാധകമല്ല. നമ്മുടെ പാരമ്പര്യം ധന്യമാണ്, നമ്മുടെ പൂർവികർ ധന്യരാണ്, അത് പരമ്പര മുറിയാത്ത മഹത്വമുള്ളവരാണ്. അത് ഈ മാലിക് ഇബ്നു ദീനാറിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകരിലേക്ക് എത്തിച്ചേരുന്ന കണ്ണിമുറിയാത്ത കണ്ണിയായി നമ്മുടെ മശായിഖന്മാരിലൂടെ, നമ്മുടെ സിൽസിലകളിലൂടെ, നമ്മുടെ സനദുകളിലൂടെ നമുക്ക് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. അതൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. സമയം ഇപ്പോൾ തന്നെ വളരെ അധികരിച്ചിരിക്കുകയാണ്, ഇനിയും നീട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചരിത്രം ഇസ്ലാമിനെതിരെ എന്നതാണ് നമ്മുടെ അടുത്ത വിഷയം.
ചരിത്രം ഇസ്ലാമിനെതിരെ എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്തെപ്പോഴും യൂറോപ്യൻ ചരിത്രം പരിശോധിച്ചാലും ലോകചരിത്രം പരിശോധിച്ചാലും നമ്മുടെ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് എതിരിൽ എഴുതാൻ മാത്രമേ ആളുണ്ടായിട്ടുള്ളൂ. നമ്മൾ നല്ലവരായി കാണുന്ന, ഞാൻ ഒരുപാട് വിഷയം അവതരിപ്പിക്കേണ്ട ആൾ വന്നിട്ടില്ല എങ്കിലും പറയണം ഇതിൻ്റെ ഇടയിലൂടെ, നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് കേരളക്കരയിൽ കേരളത്തിൽ തുടങ്ങാം മുസ്ലിം ചരിത്രം എഴുതാൻ ശ്രമം നടത്തിയ ഏതാനും വ്യക്തികൾ, ഒരു മുഹമ്മദ് കുഞ്ഞി, PA സെയ്ദ് മുഹമ്മദ്, KK മുഹമ്മദ് അബ്ദുൽ കരീം, ഇങ്ങനെ കുറച്ച് ആളുകളാണ് നമ്മുടെ ചരിത്രം. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ചരിത്രത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ആധുനിക കാലത്ത്. ഇവരിൽ അതേപോലെ T ഉബൈദ്, മലയാള കവികളിൽ വളരെ ആദരണീയനായ മഹാനാണ് T ഉബൈദ്. ചരിത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ കേരളീയ കലകളും സാഹിത്യങ്ങളും ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഇതിലധികം മുസ്ലിമീങ്ങളെ കാണൂല, ഇസ്ലാമിക ചരിത്രവും കാണൂല. പക്ഷെ വേറെ എന്തും, തകഴിയുടെ 2-ാം ഊഴം വായിച്ചാൽ അതിൽ കാണുന്നത് എന്താ? ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഐതിഹ്യത്തിൻ്റെ ആ മഹാഭാരതത്തിൻ്റെ ചരിത്രമാണ് 2-ാം ഊഴത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇതേപോലെ ഒരു ശ്രമം, അല്ലെങ്കിൽ കേരളത്തിൽ എന്നതല്ല ഇന്ത്യയിൽ എഴുതപ്പെടുന്ന സാഹിത്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഏതെങ്കിലും പുരാണവുമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങളാണ് കൂടുതലുള്ളത്. ഇതേപോലെ T ഉബൈദ് അദ്ദേഹം ഇസ്ലാമിക ചരിത്രം മലയാള സാഹിത്യത്തിലേക്കൊന്ന് ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് സുകുമാർ അഴീക്കോട്, നമുക്കൊക്കെ നല്ല ആളാണല്ലോ സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തെ തന്നെ പറയട്ടെ. സുകുമാർ അഴീക്കോട് അതിനെ വിവരിക്കുന്നത് വർഗീയത കേരളീയ സാഹിത്യത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചയാളാണ് T ഉബൈദ് എന്നാണ്. നോക്കണം നമ്മൾ. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം കേരളീയ സമൂഹത്തിലേക്ക് കയറ്റിയാൽ അത് വർഗീയതയാകും എന്ന് പറയുന്നത് ആരാണ്? സുകുമാർ അഴീക്കോടാണ്. അപ്പം നമ്മുടെ ഒന്നും ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല, നമ്മളെ ഒന്നും ആരും ഉൾക്കൊള്ളാൻ പാടില്ല, നമ്മൾ പറയണതൊന്നും മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാൻ പാടില്ല, അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നൊരു ചിന്താഗതി ഇത് സംഘികളായിട്ട് തുടങ്ങിയൊന്നുമല്ല, അതിൻ്റെ മുമ്പേ ഉണ്ട്. സംഘി ചരിത്രം മാത്രമൊന്നുമല്ല, ഇതിൻ്റെ മുമ്പേ നിഷ്പക്ഷരായ ആളുകൾ വരെ ഇസ്ലാമിനെതിരിൽ പറയാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ബാക്കിയുള്ളവരെ പറ്റി പറയാൻ കിട്ടുന്നതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കാനും എങ്ങനെ നന്നാക്കി പറയാനും കഴിയുമോ അതിന് ശ്രമം നടത്തുകയും ചെയ്യുക എന്നത് കേരളീയ ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിനെതിരെ എന്തെങ്കിലും ചരിത്രം എവിടെ പരിശോധിച്ചാലും എന്തെങ്കിലും നമുക്ക് കാണാം. അതുകൊണ്ടാണ് മിക്കപ്പോഴും നമുക്കൊക്കെ ചരിത്രം വായിക്കാൻ മടി വരുന്നത്. കാരണം ഏരിയ പോലെ നമ്മുടെ കുറ്റം അതിലുണ്ടാകുക, മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് ഉണ്ടാകുക. അപ്പം അതുകൊണ്ടാണ് ഇത്രമാത്രം കേരളീയർ അധപ്പതിച്ചവരാണ്, കേരളീയ സമൂഹത്തിന് ചരിത്രമില്ല എന്ന് ഞാൻ ഇത്രമാത്രം അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയാൻ കാരണം നമ്മളല്ല അതിൻ്റെ ഉത്തരവാദികൾ. ഇവിടുത്തെ കേരളീയ സമൂഹത്തിൻ്റെ അധപ്പതനമാണ്, മൊത്തത്തിലുള്ള അധപ്പതനമാണ്, നമ്മുടെ മാത്രം കഴിവുകേടല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, നമ്മൾ മാത്രമായിട്ടുണ്ടാക്കിയതല്ല. ഇവരിവിടെ പണ്ടേ ഒരു ചീഞ്ഞളിഞ്ഞ സംസ്കാരം, ചീഞ്ഞളിഞ്ഞ ചരിത്രം, അതാണ് കേരളീയ സമൂഹത്തിന് പണ്ടേ പറയാനുണ്ടായിരുന്നത്. അതിൽ നമ്മളെ ബാക്കിയുള്ള കുറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ തലയിക്കിടുക. എന്നിട്ടിപ്പോൾ നമ്മളെ പറയണ എന്താ? വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പർദ്ദ ഇടിക്കുന്നവർ, അല്ലേ? ബാക്കിയുള്ളവർ അന്തർജന സ്ത്രീകളെന്ന് പറയുന്ന വിഭാഗത്തെ ഒരു സ്ത്രീക്ക് 70 കെട്ടിയന്മാർ, ഒരു സ്ത്രീക്ക് 70 മാപ്പിളമാർ, 70 ഭർത്താക്കന്മാർ വരെ ഉണ്ടായിരുന്നൊരു സമൂഹമാണ് കേരളീയ സമൂഹം. ചരിത്രം പരിശോധിച്ചാൽ ടിപ്പു സുൽത്താൻ വരുന്നത് വരെ ഇത് കർശനമായി നിർത്തലാക്കിയ ആളാണ് ടിപ്പു സുൽത്താൻ. 70 സ്ത്രീകൾ ONV കുറുപ്പിൻ്റെ കവിതകളിലും മറ്റുമൊക്കെ ഈ ചരിത്രം അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. വീട്ടിൻ്റെ മുമ്പിൽ സംബന്ധത്തിന് ചെല്ലുമ്പോൾ വേറെ മെതിയടി കണ്ടതുകൊണ്ട് തിരിച്ചുപോയ കഥയൊക്കെ ONV കുറുപ്പിൻ്റെ കവിതകളിൽ കാണാം. ഇതാണ് കേരളീയ സമൂഹം, അത്ര ചീഞ്ഞ സമൂഹം. എന്നിട്ടും കുറ്റം ആർക്കാ? നമ്മൾ മുസ്ലിങ്ങളെ വിദ്യാഭ്യാസപരമായി പുറകോട്ടടിച്ചു. ഇവിടെ ആർക്കാ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്? ആരാ അവിടെ സ്കൂൾ സ്ഥാപിച്ചത്? ആരാണ് ഇവിടെ കോളേജുകൾ സ്ഥാപിച്ചത്? എപ്പോഴാണ് ഇവിടെ നാഗരികതയുണ്ടായത്? ഈ കേരളീയ സമൂഹത്തെ ഇത്രമാത്രം പുറകോട്ടടിപ്പിച്ചത് മുസ്ലിമീങ്ങളാണോ? നമ്മളതിൻ്റെ മുമ്പേ ഒരടി മുന്നിലായിരുന്നു, നമ്മൾ പുറകോട്ടായിരുന്നില്ല. കേരളീയ മുസ്ലിമീങ്ങൾ എപ്പോഴും മുന്നിലായിരുന്നു. ഇത് തന്നെയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ സംഘി ചരിത്രകാരന്മാർ ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിമീങ്ങളുടെ ചരിത്രം ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും എവിടെയും
ഇസ്ലാമിക ചരിത്രത്തെ തമസ്കരിക്കാൻ, ഇസ്ലാമിൻ്റെ അടയാളങ്ങളെ തമസ്കരിക്കാൻ, ഇസ്ലാമിൻ്റെ ചരിത്രത്തെ തമസ്കരിക്കാൻ ഉള്ള ചരിത്രങ്ങൾ ഞാൻ നീട്ടുന്നില്ല. അതാണല്ലോ ഇന്ത്യാ ചരിത്രത്തിൽ ഇപ്പം നടക്കുന്ന ഭരണകൂടം മെനക്കെട്ട് നടക്കുക. ഓരോ കാര്യത്തിലും നമുക്കതിൽ അത്ര പൗറുണ്ടായിട്ടോ പത്രാസ് ഉണ്ടായിട്ടോ അല്ല. താജ്മഹാൾ ഒരു പുണ്യഗേഹമാണ്, അവിടെ ചെന്ന് നിസ്കരിച്ചാൽ മക്കത്ത് നിസ്കരിച്ച കൂലി കിട്ടുമെന്നൊന്നും ഇതുവരെ മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നമുക്കാർക്കും അങ്ങനെ അഭിപ്രായമില്ല. കുത്തബ് മിനാർ പുണ്യസ്ഥലമാണെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. നമുക്കാർക്കും അതിൽ വലിയ പോരിശയുമില്ല. എല്ലാ കെട്ടിടവും കാണുന്നത് പോലെ ഒരു പുരാതന കെട്ടിടം എന്ന നിലയ്ക്ക് നമ്മളതിൻ്റെ താഴെ പോയി നോക്കുമെന്നതൊഴിച്ചാൽ നമുക്കതൊരു പുണ്യസ്ഥലമൊന്നുമല്ല. അതങ്ങനെ പൊളിച്ച് ചാടിച്ചാലും നമുക്കതിലൊന്നും വലിയ ഇസ്ലാമിൻ്റെ കോട്ട അതോടൊക്കെ പൊളിയുമെന്ന് മുസ്ലിങ്ങളാരും അവകാശപ്പെടുന്നുമില്ല. അതിൽ പ്രകോപിതരാകാനും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇസ്ലാമിൻ്റേതെന്ന് പറയുന്നതൊക്കെ തകർക്കപ്പെടുക, അതാണ് ചരിത്രം എന്ന് മനസ്സിലാക്കുന്നിടത്തേക്ക് ഇന്ത്യാ ചരിത്രം പോകുന്നു, ലോക ചരിത്രം പോകുന്നു, എന്ത് പരിശോധിച്ചാലും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ വഴിക്ക് പഠനം ഇതുവരെ നടക്കാത്തതും നമ്മളാരും ആ മേഖലയിൽ കൈവയ്ക്കാത്തതും വലിയൊരു വൈകല്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പലർക്കും ഇഷ്ടപ്പെടാത്തതാണ്, ചരിത്രം എഴുതാൻ തുടങ്ങിയാൽ ഇതുപോലത്തെ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ എല്ലാവർക്കും പറയേണ്ടി വരും. കെ മുഹമ്മദ് അബ്ദുൽ കരീം, ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടോട്ടിക്കാരനായ കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ ചരിത്രകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം മുജാഹിദാണ്, കൊണ്ടോട്ടിക്കാരനാണ്. കേരള നെതുവത്തുൽ മുജാഹിദീൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹവും PT അബ്ദുറഹ്മാൻ, മലയാളത്തിലെ മാപ്പിള കവി PT അബ്ദുറഹ്മാനും കവറത്തി ദ്വീപിൽ പോയൊരു ചരിത്രം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇവരൊക്കെ മുജാഹിദുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ആ പുസ്തകത്തിൽ ഇതുപോലത്തെ രസകരമായ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ കവറത്തി ദ്വീപിൽ ആ പുസ്തകത്തിന് അദ്ദേഹം PT അബ്ദുറഹ്മാൻ പേരിട്ടത് പേറ്റുനോവ് അനുഭവിക്കാത്ത കവറത്തിയിൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എങ്ങനെ? പേറ്റുനോവില്ലാത്ത കവറത്തിയിൽ. എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം. എന്നിട്ട് അദ്ദേഹം ആ കഥ, അതിൽ സംഭവം പറയുന്നത് എന്താ വെച്ചാൽ, ഇവരവിടെ ചെന്നപ്പോൾ പെണ്ണുങ്ങൾ കലാസാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട സ്ത്രീകളുമായുള്ള ചർച്ചയ്ക്കിടയിൽ കവറത്തിയിലെ പെണ്ണുങ്ങൾക്കൊന്നും പ്രസവവേദനയില്ല, വേദനയില്ലാതെ പ്രസവിക്കുന്ന പെണ്ണുങ്ങളാണെന്ന് എന്തോ നിച്ചുന്നോ എന്തോ പറഞ്ഞൊരു പെണ്ണ് പറഞ്ഞു എന്നാണ് PT അബ്ദുറഹ്മാൻ പറയുന്നത്. അപ്പോൾ കെ മുഹമ്മദ് അബ്ദുൽ കരീം പരിഹസിച്ചു അതിനെ. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞത്രേ, പ്രസവിക്കുന്നത് ഞങ്ങളാണ്, കളിയാക്കേണ്ടത് നിങ്ങളല്ല, അനുഭവിക്കുന്ന ഞങ്ങളാ പറയുന്നത് വേദനയില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ സംഭവം ചോദിച്ചപ്പോൾ മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്നൊരു തങ്ങൾ ഇവിടെ വന്നിട്ടൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊരു പെണ്ണ് നിലവിളിക്കണ കരയുന്ന ഒച്ച കേട്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്താ പെണ്ണ് കരയണ ചോദിച്ചപ്പോൾ പ്രസവ വേദന കൊണ്ട് കരയണ പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞത്രേ അതിവിടെ വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം കവറത്തി ദ്വീപിലെ പ്രസവ വേദനയില്ല. അപ്പോൾ മറ്റ് മിനിക്കോയിൽ നിന്നും മറ്റ് ദ്വീപുകളിൽ നിന്നൊക്കെ ആന്ധ്രത്തു നിന്നൊക്കെ പ്രസവിക്കാൻ സമയമായാൽ പെണ്ണുങ്ങളെ കവറത്തിയിലേക്ക് കൊണ്ടുവരലാണ് പതിവ്. ഇവിടെ ആശുപത്രികൾ ഉണ്ട്, ഈ ആശുപത്രികളിലൊക്കെ കൊണ്ട് അഡ്മിറ്റ് ആക്കുമ്പോൾ വേദനിക്കാതെ പ്രസവിക്കാം എന്ന് അവർ പറയുന്നു. ഇതൊക്കെ എഴുതിയിട്ട് PT അബ്ദുറഹ്മാൻ അടിയിൽ എഴുതുന്നുണ്ട്, പെറ്റ പെണ്ണ് വേദന ഇല്ല പറയുമ്പോൾ പേറ്റുനോവ് അനുഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാനില്ലാന്ന് നിഷേധിച്ചാൽ ഞാനല്ലേ മോശക്കാരൻ. കാരണം വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല. ഇതാണ് ചരിത്രം. അതാ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ചരിത്രത്തെ വിവരിച്ചുകൊണ്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയെ കണ്ടെത്തലെന്ന പുസ്തകത്തിൽ വെറും പുരാണങ്ങളാണ് ചരിത്രം. പുരാണങ്ങൾ സ്വീകരിക്കാതെ ചരിത്രം കിട്ടൂല. ഈ ഐതിഹ്യങ്ങളും പുരാണങ്ങളുമാണ് ചരിത്രം. അതൊക്കെ ഇല്ലായ്മ ചെയ്ത്, അതൊക്കെ തള്ളിക്കളഞ്ഞ്, ഈ പാരമ്പര്യങ്ങളൊക്കെ നിഷേധിച്ച് പുതിയൊരു ചരിത്രമുണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകം, നമ്മുടെ തറവാടിത്തം അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടെ കാത്തിരിക്കുക. നമ്മുടെ ചരിത്രം തകർക്കാൻ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരിൽ നിരന്തരമായി ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ചരിത്രം ചമച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണല്ലോ ബൈബിളിൻ്റെ പ്രയോഗം, ചരിത്രം ചമയ്ക്കുകയാണ്. അതിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കണം, ചരിത്രം പഠിക്കണം, നമ്മൾ ചരിത്ര പുരുഷന്മാരായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധിക പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.